ഏവിയേഷൻ കമ്പനി സെലബിക്ക് പൂട്ട്. രാജ്യസുരക്ഷാ ഭീഷണി ചൂണ്ടിക്കാട്ടിയത് ജനം TV. കേന്ദ്ര സർക്കാർ സെലബിയെ പൂട്ടിയത് ജനം TV വാർത്തയെ തുടർന്ന്. ഭാരതത്തിലെ പ്രമുഖ വിമാനത്താവളങ്ങളുടെ എല്ലാം ഗ്രൗണ്ട് ഹാൻഡ്ലിംഗും കാർഗോയും കൈകാര്യം ചെയ്യുന്നത് ഒരു തുർക്കി കമ്പനിയാണ്. കമ്പനിയുടെ പേര് സെലബി. തുറന്നുകാട്ടും ദേശവിരുദ്ധത. തുർക്കി കമ്പനി സെലബി രാജ്യത്തെ വിമാനത്താവളങ്ങളിൽ നിന്നും പുറത്ത്. ഗ്രൗണ്ട് ഹാൻഡ്ലിംഗിലും കാർഗോ നീക്കത്തിലും സെലബിയുടെ സാന്നിധ്യം ലോകത്തോട് ആദ്യമായി വിളിച്ചു പറഞ്ഞത് ജനം TV. ഭാരതത്തിനെതിരെയുള്ള സൈനിക ഇടപെടലിൽ പാകിസ്ഥാനെ സഹായിച്ച തുർക്കിയിലെ ഒരു കമ്പനി വിമാനത്താവളങ്ങളിൽ തുടരുന്നത് രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയെന്നായിരുന്നു ഞങ്ങളുടെ മുന്നറിയിപ്പ്. ഭാരതത്തിനെതിരെയുള്ള സൈനിക ഇടപെടലിൽ പാകിസ്ഥാനെ സഹായിച്ച തുർക്കിയിലെ ഒരു സ്ഥാപനം. തുർക്കി പ്രസിഡന്റ് എർദോഗന്റെ മകൾ സുരയ്യയ്ക്ക് പങ്കാളിത്തമുള്ള കമ്പനിയാണ് സെലബി എന്നും വെളിപ്പെടുത്തി ജനം TV. ജനം TV ബിഗ് ന്യൂസിൽ ഉടൻ നടപടിയെടുത്ത കേന്ദ്ര സർക്കാർ. രാജ്യസുരക്ഷ കണക്കിലെടുത്ത് ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി സെലബിയുടെ സെക്യൂരിറ്റി ക്ലിയറൻസ് റദ്ദാക്കി. രാജ്യമാണ് ഞങ്ങൾക്ക് പ്രധാനം. രാജ്യസുരക്ഷയ്ക്കാണ് മുൻഗണന. ജനം എന്നും ജനങ്ങൾക്കൊപ്പം. നമസ്തേ. രാജ്യത്തെ പ്രധാന വിമാനത്താവളങ്ങളിലെ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗിൽ നിന്നും കാർഗോ ക്ലിയറൻസിൽ നിന്നും തുർക്കി കമ്പനിയായ സെലബിയെ പുറത്താക്കിയിരിക്കുന്നു. അതിനൊരു നിമിത്തമാകാനായതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. സെലബിയുടെ സാന്നിധ്യം അറിയിച്ചുകൊണ്ടുള്ള ഞങ്ങളുടെ ബ്രേക്കിംഗ് വാർത്തയിൽ കേന്ദ്ര സർക്കാരിൻ്റെ സത്വര ശ്രദ്ധ പതിയുകയും ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി ഡയറക്ടർ ജനറൽ തുർക്കി കമ്പനിക്ക് വിത്ത് ഇമ്മീഡിയറ്റ് ഇഫക്റ്റ് പൂട്ടിടുകയുമായിരുന്നു. ഒരു വാർത്ത നൽകി കയ്യും കെട്ടിയിരിക്കുകയല്ല ഞങ്ങൾ. ആ വാർത്തയിൽ അടിയന്തര നടപടി എടുപ്പിക്കാനുള്ള തുടർ പരിശ്രമങ്ങളിൽ ഞങ്ങൾ വ്യാപൃതരാകും. അതിനായുള്ള എല്ലാ ആശയവിനിമയങ്ങളും സമയോചിതമായി നടത്തിയതിൻ്റെ വിജയമാണ് BCAS സെലബിയുടെ സെക്യൂരിറ്റി ക്ലിയറൻസ് റദ്ദാക്കിയതിലൂടെ കൈവരിക്കാനായത്. ഇത് തുർക്കിയെ ഇപ്പോഴും സ്നേഹിക്കുന്നവരെ ചൊടിപ്പിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ്റെ ഭീകരവാദ ആക്രമണത്തിന് കുടപിടിച്ച ഒരു രാജ്യമായിട്ടും തുർക്കിയെ അംഗീകരിക്കുന്ന ഒരു വിഭാഗം നമ്മുടെ രാജ്യത്ത് ഉണ്ട്. അത് തീർച്ചയായും നമ്മുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്നു. രാജ്യവിരുദ്ധ ശക്തികൾക്ക് തിരിച്ചടി ലഭിക്കുന്നുണ്ടെങ്കിലും അവർ അങ്ങായി ഒളിച്ചിരിപ്പുണ്ടെന്ന വസ്തുത ലഘൂകരിച്ച് കാണാനാവില്ല. നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. ഏവിയേഷൻ മേഖലയിൽ പ്രാഗൽഭ്യം തെളിയിച്ച ഡോക്ടർ നുസ്രത് ജഹാൻ, AV മോഹനൻ, BJP വക്താവ് യുവരാജ് ഗോകുൽ, സാമൂഹ്യ രാഷ്ട്രീയ നിരീക്ഷകരായ ഡോക്ടർ ആരിഫ് ഹുസൈൻ, റെജി ലൂക്കോസ് എന്നിവ ചേരുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രേക്ഷകരെയും ഞാൻ ഈ സംവാദം ഡോക്ടർ നുസ്രത് ജഹാനിൽ നിന്ന് ആരംഭിക്കുകയാണ്. ഡോക്ടർ നുസ്രത് ജഹാൻ, അതായത് സെലബിയുടെ സാന്നിധ്യം അത് രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാണ് എന്ന് മനസ്സിലാക്കുന്നു. ഞങ്ങൾ ഇടപെടുന്നു, വാർത്ത കൊടുക്കുന്നു. അതിനെ തുടർന്ന് ഈ വാർത്തയുടെ ഗൗരവം നമ്മൾ കേന്ദ്രത്തിൽ എത്തിക്കുന്നു. അടിയന്തര നടപടി ഉണ്ടാകുന്നു. മിഷൻ സക്സസ്ഫുൾ. എങ്ങനെ നോക്കിക്കാണുന്നു? ഇറ്റ്സ് വെരി ഗ്രേറ്റ്. മിഷൻ സക്സസ്ഫുൾ എന്ന് നമ്മൾ പറയുമ്പോൾ അതിന് ഇത്ര പെട്ടെന്ന് മണിക്കൂറുകൾ 24 hours പോലും എടുക്കാതെ BCS സിവിൽ ഏവിയേഷൻ പ്രധാനമന്ത്രി അടക്കമുള്ള പ്രതിനിധികൾ ഈ ഒരു തീരുമാനം എടുക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. ആ മിഷൻ നമ്മളുടെ ഒരു ഭാഗമാവാൻ പറ്റി എന്നുള്ളത് നമുക്ക് അഭിമാനകരമാണ്. കാരണം ഇന്ത്യന്റെ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത് ലാസ്റ്റ് any terrorism we will talk, not we will be in war. For terrorism our answer is only war. അതന്നെയാണ് നമ്മൾ ഇവിടെയോ ആ വാർ യുദ്ധകാല അടിസ്ഥാനത്തിലാണ് സെലബി ഗ്രൗണ്ട് ഹാൻഡിങ്ങിനെ നമ്മൾ പൂട്ടിട്ടത്. പക്ഷെ ഈ ഒരു ചർച്ച നമ്മൾ നടത്തിയതിന് പോലും സഹിക്കാൻ പറ്റാത്ത ആൾക്കാർ നമ്മളെ കേരളത്തിലുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് ഏറ്റവും വലിയ യുദ്ധത്തിൽ ഇപ്പോഴാണ് നമ്മൾ ഏർപ്പെട്ടിരിക്കുന്നത്. നമ്മളെ ജീവന് പോലും സുരക്ഷയില്ല. എവിടെന്ന് തുർക്കിക്കാര് നമ്മളെ കേരളത്തിലില്ല, പാകിസ്ഥാനികളില്ല. എങ്ങനെ വരുന്നു എന്നുള്ളത് മനസ്സിലാവുന്നില്ല. ഈ ഒരു രാജ്യസുരക്ഷ എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് നമ്മൾ വിശദീകരിച്ചപ്പോഴാണ് ശരിക്കും പറയണ പുറം ലോകം അറിയണത്. ഈ വിമാനത്തിൽ കയറി മാത്രം പോയി പരിചയമുള്ള മാത്രം കുറെ ആൾക്കാർ ആരൊക്കെ എന്തൊക്കെ എവിടെയൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ള
ഇറ്റ് വാസ് സ്കാരി. അത്ര ഭീകരമായിരുന്നു നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങളെല്ലാം. ഇപ്പൊ ഇന്നിപ്പോ അതിന് വേണ്ടിയിട്ട് ഇപ്പൊ മോഹനൻ സാറിന് ഞാൻ കണ്ടു ന്യൂസ്, മോഹനൻ സാറിന് പിന്നെ അവര് പ്രൊട്ടക്ഷൻ വരെ കൊടുത്തു ചെന്നൈയില്. കാരണം ടെററിസ്റ്റുകളുടെ ഫോണും കാര്യങ്ങളും ത്രെട്ടും വന്നു. എനിക്കൊരു മെയില് വന്നു, ലൈഫ് ത്രെട്ട് എന്ന് പറഞ്ഞ്, ഒരു മലയാളി മെയിലാണ്. എന്തായാലും ഞാൻ ചെക്ക് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ലൈഫ് ത്രെട്ട് എന്ന് എന്നോട് ഒരു മെയിലിൽ ഒരൊറ്റ 2 വേർഡ്സ് മാത്രം പറയണമെങ്കിൽ അപ്പൊ എന്തെങ്കിലും ഉണ്ടാവും. എന്തായാലും അത് വേണ്ടപ്പെട്ടവർ ചെക്ക് ചെയ്യട്ടെ, അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ യൂട്യൂബ് ചാനലും ഒക്കെ രാജ്യവിരുദ്ധതയെ ഏറ്റവും രാജ്യവിരുദ്ധത മാത്രം പറയണ ഒരു നമ്മളെ പറ്റിയിട്ട് വൃത്തികേട് മാത്രം 10 മിനിറ്റിനകം നമ്മളെ ചർച്ച കഴിഞ്ഞപ്പോ അന്ന് വീഡിയോ ഇറങ്ങി യൂട്യൂബേഴ്സ് പുറം രാജ്യങ്ങളിൽ ഇരുന്ന്. അതാണ്, അതിനെയാണ് ഇനി മിനിസ്ട്രി പിന്നെ ഈ ടെററിസത്തിന്റെ ഈ പൂട്ടിട്ട പോലെ അതിനു വേണ്ടി നമ്മളൊരു മിഷൻ തുടങ്ങണം എന്നുള്ളത് ഉറപ്പാണ്. അത് പറഞ്ഞു വെച്ചുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ. ഒരു സെലബ്രിയെ അല്ല, ഇനി നമ്മൾ രണ്ടാമത്തേലേക്ക് കടക്കേണ്ട സമയമായി അനിൽജി. കാരണം വേറെ ഒരു 2 കമ്പനികൾ കൂടി ഉണ്ട്. നമുക്കെന്തിനാ ഫോറിൻ കമ്പനി? നമ്മൾ എയർ ഇന്ത്യ ഇവിടെ ഭരിച്ചിരുന്ന കാലത്ത് എയർ ഇന്ത്യ ഗ്രൗണ്ട് ഹാൻഡിൽ ചെയ്തപ്പോ നല്ല സുന്ദരമായിട്ട് ഹാൻഡിൽ ചെയ്ത എയർപോർട്ടാ അത്. എയർ ഇന്ത്യക്ക് എന്ത് 10 രൂപ കിട്ടിയാലും നമ്മളെ രാജ്യത്തിന് കിട്ടിയിരുന്നു. ഇവരെയൊക്കെ മാറ്റി ഫോറിൻ സർവീസ്, എക്സ്ട്രാ ഓർഡിനറി കോളീഗ് സിറ്റി സർവീസ് ലൈക്ക് ഫോറിൻ. വി ഷുഡ് ട്രെയിൻ അവർ സ്റ്റാഫ്. നമ്മളെ സ്റ്റാഫ് അതിന് വേണ്ടി ട്രെയിൻ ചെയ്യണം. ഇപ്പോ ഒരു കമ്പനി ഉണ്ട്, ഇൻഡോ തായ്, കാലിക്കറ്റില് പ്രവർത്തിക്കുന്ന ഇൻഡോ തായ്. ദാറ്റ് ഈസ് ഓൾസോ ഹാവിങ് പിന്നെ ബാക്കിയുള്ള എയർപോർട്ടിലൊക്കെ അവരുണ്ട്. കാലിക്കറ്റ്, കൽക്കട്ട, ഗുവാഹട്ടി, ജയ്പൂർ, ഭുവനേശ്വർ, ഗയ, വാരാണസി, അമൃത്സർ ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അമൃത്സർ, പൂനെ, ഇതൊക്കെ ഇമ്പോർട്ടന്റ് എയർപോർട്ട്സ്. ഈ ബാക്കി 9 കഴിഞ്ഞാലുള്ള ബാക്കി 9 ഇവരായിരിക്കുന്നത്. അതുപോലെ BWFS ഇങ്ങനെ ഒന്ന്, അതും ഫോറിൻ കമ്പനീന്റെ കൊളാബറേഷനാ. അപ്പൊ ഈ ഇൻഡോ തായ് കാലിക്കറ്റ് വന്നതിനെ പറ്റി കഥ പറയാം. ആ ഇൻഡോ തായ് വന്നിട്ട് നമ്മളെ ഈ കാലിക്കറ്റ് എയർപോർട്ട് അവർക്ക് നിശ്ചയിച്ചത്, അവർക്ക് മന്ത്ലി ഒരു ഫ്ലൈറ്റിന് എത്രയാണ് they can use ഇത്ര ഒരു മിനിറ്റ് മാഡം, റേറ അനുസരിച്ച് 1,20,000. 400 ഫ്ലൈറ്റ് ഇവരിപ്പോ എയർപോർട്ട് അതോറിറ്റിക്ക് ഒരു മാസം അടയ്ക്കുന്നത് ഇറ്റ് ഇസ് 2.8 crores. ഓക്കെ, 2.8 crores ഈ കമ്പനികൾ അടയ്ക്കുക. ഇപ്പൊ ഇവര് 400 ഫ്ലൈറ്റ്, എക്സ്പ്രസിന് 400 ഫ്ലൈറ്റ് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് മന്ത്ലി. 400 ഫ്ലൈറ്റ് ഹാൻഡിൽ ചെയ്യണതിന് അവർ ഒരു ഫ്ലൈറ്റിൽ നിന്ന് എടുക്കുന്നത് എത്രയാ അറിയോ? 18,000 rupees. കാൽക്കുലേറ്റ് ചെയ്ത് നോക്ക്, 18,000. അപ്പൊ ഒരു നാരോ പറയുന്ന പിന്നെ നമ്മളെ വൈഡ് ബോഡി പറയുന്ന എമിറേറ്റ്സ് ഒക്കെ പോലെ വലിയ ഫ്ലൈറ്റ്, നാരോ ബോഡിയാണ് നമ്മളെ എക്സ്പ്രസ് ഫ്ലൈറ്റുകള്. അതിന് നമ്മൾ 10 കൊല്ലം മുമ്പ് അതിന് ചാർജ് ചെയ്തത് 1,30,000 rupees ആണ് 10 കൊല്ലം മുമ്പ് ചാർജ് ചെയ്തത്. ഇവിടുത്തെ പിന്നെ തീപ്പട്ടിക്കൊള്ളിക്ക് വരെ വില കൂടി. ഫ്ലൈറ്റ് ഹാൻഡിൽ ചെയ്യണ ഈ സ്ഥലത്ത് ഒരു നാരോ ബോഡി, ഇത്രയും വലിയ എയർക്രാഫ്റ്റ് പിന്നെ ഓപ്പറേറ്റ് ചെയ്യാൻ 18,000 രൂപ, 1.25-30 സ്ഥാനത്ത് അന്നുണ്ടായ. എന്തായാലും ഇപ്പൊ എങ്ങനെ ചെന്നാലും അപ്പൊ 9 lakh സംതിങ് ആണ് ഇവർക്ക് they can collect from the airport. ഓക്കെ, എയർപോർട്ട് അതോറിറ്റി അവർക്കൊരു നിശ്ചയിച്ചിട്ടുണ്ട് ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് കൊടുക്കുമ്പോൾ. ദാറ്റ് ഇസ് പിന്നെ 9 lakh സംതിങ് ആ എമൗണ്ട് ആണ് അവർക്ക് കൊടുക്കുന്നത്. അപ്പൊ ആ 9 lakh കൊടുക്കാന്ന് പറഞ്ഞെടുത്ത് ഇവര് 18,000 എന്ന് പറഞ്ഞാൽ എത്ര പെർസെന്റേജ് ആണ് അതിൽ കുറച്ചിരിക്കണമെന്ന് നോക്കൂ. അതെ, അപ്പൊ ഇത്രയും പെർസെന്റ് 2.56 crores ആണ് ഒരു എയർപോർട്ട് ഓപ്പറേറ്റർ. അല്ല, അപ്പൊ അവർക്ക് ഈ ബിസിനസ്സിൽ ലാഭം വേണമെന്നില്ല, അജണ്ട വേറെ എന്തോ ആണ് അല്ലെ? അങ്ങനെ മനസ്സിലാക്കാം. അതാണ് 500 സ്റ്റാഫ് എങ്കിലും ഉണ്ടാവും. 500 സ്റ്റാഫിന്റെ സാലറി, ബാക്കിയുള്ള എക്സ്പെൻസസ് ഒക്കെ കഴിച്ചിട്ട് ഇവർക്ക് 5 ലക്ഷം രൂപയാണ് ഇവരിപ്പോ കിട്ടുന്ന. 75 ലക്ഷം രൂപ മാത്രമാണ് ഇവർക്ക് കിട്ടുക. ആ 5 ലക്ഷം രൂപ പിന്നെ 75,000 രൂപ മന്ത്ലി.
ആ 75,000 രൂപ കിട്ടുന്നതിനാണ് ഇവര് 2.8 crore കൊടുക്കുന്നത് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യക്ക്. എയർ ഇന്ത്യ പിന്നെ പണ്ട് ചാർജ് ചെയ്ത 1.5 ലക്ഷത്തിൽ നിന്നാണ് 18,000 ആക്കിയത്. അപ്പൊ ഈ കമ്പനികളൊക്കെ എപ്പോഴും ഫോറിൻ കാരിയർ ആർക്കും ഇപ്പൊ ഫ്രീ കിട്ടുന്നതല്ല എടുക്കുന്നത്. ഈ കമ്പനികളൊക്കെ ഇവിടെ എന്തിനും അവരുടെ ഉദ്ദേശം എന്താണ്? ഈ സ്റ്റാഫിന് ഒരു ക്വാളിറ്റി ഇല്ലാത്ത, ഒരു ട്രെയിനിങ്ങും ചെയ്യാത്ത, ഒരു എയർപോർട്ട് സർവീസിനുള്ള ഒരു ട്രെയിനിങ്ങും ചെയ്യാത്ത സ്റ്റാഫിനെയാണ് ഇവർ പിക്ക് ചെയ്തത്. അപ്പൊ അവർക്ക് 10,000 രൂപ 12,000 രൂപ കൊടുക്കുമായിരിക്കും. എന്തൊക്കെ കൊടുത്താലും ഈ 2.8 കൊടുക്കാണ്ടാവില്ലല്ലോ. കോവിഡ് സമയത്ത് അവർക്ക് ഒരു ഫ്ലൈറ്റ് പോലും ഓപ്പറേറ്റ് ചെയ്യാൻ കിട്ടാത്ത സമയത്ത് നമ്മൾ കംപ്ലീറ്റ് ക്ലോസ്ഡ് അല്ലേ കാലിക്കറ്റ് എയർപോർട്ട്. ആ സമയത്ത് എയർ ഇന്ത്യ ഫ്ലൈറ്റ്സ് ഒന്നും അന്ന് പോലും ഇവരിത് അടച്ചോണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് അവർക്ക് 4 മാസം കഴിഞ്ഞിട്ട് ഓപ്പറേഷനിലേക്ക് പിന്നെ കോവിഡ് കഴിഞ്ഞ് സ്പെഷ്യൽ ഇതെടുത്ത് 20 മാസത്തിന് ശേഷമാണ് അവര് വന്നത്. അപ്പൊ 15 പിന്നെ അവർക്ക് ഫ്ലൈറ്റ് കിട്ടിയത്. ആകെ 15 ഫ്ലൈറ്റ് എടുത്തപ്പോ ഇവർ ഇതന്നെ കൊടുക്കുന്നു. ഇപ്പൊ എടുക്കുന്ന 400 ഫ്ലൈറ്റിന് തന്നെ കൊടുക്കുന്നു. അപ്പൊ ഇവരുടെ ഉദ്ദേശം എന്താണ്? ഇതിന്റെ ബാക്കിൽ ആരാണ്? ഇതാരാണ് ഇവർക്ക് കൊടുത്തത്? ഏത് സമയത്താണ്? അപ്പൊ ഇതിന്റെ ബാക്കിലൊക്കെ ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ ശരിക്കും നല്ല കളിച്ചിട്ടുള്ളതാണ്ട് എയർ ഇന്ത്യ പോലും വിൽക്കേണ്ട അവസ്ഥ മോദിക്ക് വന്നത്. വിറ്റതെന്താ, വിറ്റില്ലേ എന്നൊക്കെ ഇപ്പൊ ഇവിടെ വന്ന് അടിയിൽ വന്ന് ചോദിക്കും. അവരോട് പറയാനുള്ള അവര് വിൽക്കാനുള്ള എല്ലാം ആക്കി വെച്ചിട്ടാണ് ഇറങ്ങിപ്പോയത്. അപ്പൊ ഈ വിൽക്കാനുള്ള ആക്കി വെച്ച് ഇവിടെ തീവ്രവാദി ഗ്രൂപ്പുകൾക്ക് ഹാൻഡ്ലിങ് കൊടുത്തു. എല്ലാ മെയിൻ എയർപോർട്ടുകളും ഇവരെന്നെ സർവീസ് നടത്തുക. പിന്നെ എന്തൊക്കെ മെസ്സേജസ്, ഇത് മാത്രല്ല നമ്മളിപ്പോ പാസഞ്ചേഴ്സ് മെസ്സേജസ് അല്ലല്ലോ, ഈ കമ്പ്യൂട്ടർ ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഇന്റർനാഷണൽ കണക്ഷൻ ആയാട്ട റൂൾ അനുസരിച്ചിട്ട് നമുക്ക് എന്തും വരാം. ഇപ്പൊ സ്ക്രീനിൽ വരെ നമ്മളെ എയർലൈനിലെ വെരി ഡേഞ്ചറസ് ആ എത്രയോ കൊല്ലം മുമ്പ് 10-15 കൊല്ലം മുമ്പ് തന്നെ പെട്ടെന്ന് അങ്ങനെ നമ്മള് ഡിഫൻസിലൊക്കെ അങ്ങനത്തെ സിസ്റ്റം യൂസ് ചെയ്യുക. അങ്ങനത്തെ ആൾക്കാർക്ക് മനസ്സിലാവും. അല്ലാതെ സാധാരണ വരുന്ന കമ്പനിയിലെ ഓഫീസിലാവും സ്മാർട്ട് മെസ്സേജസ് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ബ്ലിങ്ക് ചെയ്യണ മെസ്സേജസ് ഒക്കെ വരാം എയർലൈൻ പിന്നെ ഓപ്പറേഷൻ കമ്പനിക്ക്. കാരണം എന്തെങ്കിലും എമർജൻസി ഉണ്ടാകുമ്പോൾ വരണല്ലോ, അതിന് പോലും സെറ്റ് ചെയ്ത സിസ്റ്റം ആയിരിക്കും എയർപോർട്ടുകളിൽ ഇവർ യൂസ് ചെയ്യുക. അപ്പൊ എന്തൊക്കെ മെസ്സേജ് ആണ് ഇവിടുത്തെ സ്റ്റാഫ്, ആരൊക്കെയാണ് ഇവരെല്ലാം ചോദ്യം ചെയ്യണോ? പിന്നെ ഏറ്റവും അധികം ഈ പിന്നെ കള്ളക്കടത്ത് പിടിച്ചത് ഈ സമയത്ത് ഇവിടുന്നാണ്. ഈ തായ് എയർവേസിന് കാലിക്കറ്റ് എയർപോർട്ടില് ഗോൾഡ് സ്മഗ്ലിംഗിൽ എല്ലാം ഏർപ്പെട്ടത് സെലബീസ് ഈ തായ് 2 ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് കമ്പനിത്തെ സ്റ്റാഫിനെയാണ്. അപ്പൊ ഇവരൊക്കെ അതിനുള്ള ധൈര്യം ഉണ്ടാണെങ്കിൽ അതിനുള്ള ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. പാസഞ്ചേഴ്സ് ഹാൻഡിൽ ചെയ്യാനുള്ള ട്രെയിനിങ് ഇല്ല, റാമ്പ് ഹാൻഡിൽ ചെയ്യാൻ ട്രെയിനിങ് ഇല്ല, സെക്യൂരിറ്റി ഹാൻഡിൽ ചെയ്യാൻ ട്രെയിനിങ് ഇല്ല, പിന്നെ എന്താണ് വേസ്റ്റ് മാനേജ്മെന്റ് അവിടെ ക്ലീനിങ് ഏരിയയിൽ മാനേജ്മെന്റ് ഇല്ല, ട്രെയിനിങ് ഇല്ല. പക്ഷെ ഇവരൊക്കെ പല ഭംഗിയായിട്ട് സ്മഗ്ലിംഗ് അവിടെ ചെയ്യുന്നുണ്ടായിരുന്നു എയർപോർട്ടില്. എങ്ങനെയാ? അപ്പൊ ഇതിന്റെ പിന്നിൽ ഒരു വലിയ കളി നമ്മളെ നാട്ടിലും ഉണ്ട്. സാധാരണക്കാരുടെ ഇടയിൽ തന്നെ ഇതിന്റെ ആളുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് ഒന്നും അറിയാത്ത പിന്നെ ഒന്നും അറിയില്ല സെലബിയായിട്ട് കോഴിക്കോട്ടുകാർക്കും മലപ്പുറത്തുകാർക്കും കണ്ണൂർക്കാർക്കും ഒക്കെ എന്താ ബന്ധം കേരളത്തിലുള്ളവർക്ക്? അത് അവർക്ക് ഇതിൽ ഈ കാര്യങ്ങൾ മനസ്സിലാവുന്ന ഈ ചർച്ചയ്ക്ക് എടുത്തപ്പോ തൊട്ട് നമ്മളെ മേലെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. വൃത്തികേട് മാത്രം ഇവർ വിളിച്ചു പറയാൻ തുടങ്ങി. അത് പറയും. പിന്നെ ഈ പറയുന്ന വൃത്തികേട് പറയുന്നവരോട് നിങ്ങൾ അടക്കമുള്ളവർ നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ്. ഇവരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ കുലുങ്ങൂല. നമ്മളിരിക്കുന്ന ഒരു ചെയറുണ്ട്, ആ ചെയറിൽ നമ്മൾ അനിൽ നമ്പ്യാരും ഞാനും മോഹനൻ സാറൊക്കെ എത്തണമെങ്കിൽ അത് ഇവരെ പോലെ മുഖമില്ലാതെ ഒരു ഐഡന്റിറ്റി ഇല്ലാതെ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ഒന്നുമല്ല. അപ്പൊ അതുകൊണ്ട് ഇവരൊക്കെ എന്ത് കളിച്ചാലും നമ്മൾക്ക് പേടിയില്ല. ഇവരെ എത്ര വൃത്തികേട് ഇപ്പൊ ഒരു പെണ്ണിനെ പറ്റി എന്തൊക്കെ പറയാൻ പറ്റും ഒരാൾക്ക്? അതിലപ്പുറമൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അത് അവരുടെ വിഷയമല്ല, അത് നമ്മളെ പേഴ്സണൽ വിഷയമാണ്. നിങ്ങളെ പോസ്റ്റിന്റെ അടിയിൽ വരെ എന്റെ പേര് വെച്ചിട്ട് വൃത്തികേട് എഴുതും. ഇതൊക്കെ ഈ ഒരു ചർച്ച വരുമ്പോ അപ്പൊ വരും എന്താ അവരൊക്കെ സംസ്കാരം. ഈ സംസ്കാര ശൂന്യർക്ക് എന്താണ് സെലബിയും ഈ തായുമായിട്ടൊക്കെ ഉള്ള ബന്ധം? ഇത്രയും വലിയ ഇന്റർനാഷണൽ ഇഷ്യൂസ് അവർക്ക് അറിയാം. ഇത്രയും വലിയ സെൻസിറ്റീവ് ഇഷ്യൂവിന് അവരോട് ഫൈറ്റ് ചെയ്യാനും ഇത്ര ഒരു സാമാന്യ മര്യാദ വീട്ടിൽ പോലും പഠിപ്പിക്കാത്ത ഇവർക്ക് ഇത്രയും അറിയെങ്കിൽ ദേ ആർ റിയൽ ആന്റി നാഷണൽ പീപ്പിൾ. അതാണ് നമ്മൾ പറയേണ്ടത്. അപ്പൊ ഇത് തീർച്ചയായിട്ടും ഇതിന്റെ പിന്നിലുള്ളത് ഇവിടുത്തെ BJPയും. ഇതിൽ ആരാണോ രാജ്യത്തോട് സ്നേഹമുള്ള ആരായാലും പാർട്ടി ഒന്നും നോക്കണ്ട, ജാതി നോക്കണ്ടായിരുന്നു,
ആരാണോ ഇതിന്റെ ഇടയിൽ നിന്നുള്ളവരെ നമ്മൾ കണ്ടെത്തുക എന്നുള്ള ഒരു ഡ്യൂട്ടിയും കൊണ്ട് എ സ്പെഷ്യൽ ടീം ബൈ MEA ആൻഡ് പിന്നെ ഫോറിൻ മിനിസ്ട്രി എക്സ്റ്റേണൽ അഫയർ NIA റോ പിന്നെ PMO ഓഫീസ് ഇന്ന് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് ഒരു സ്പെഷ്യൽ ടീം ടു വർക്ക് ഇൻ എവറി കൺട്രീസ്. ബിക്കോസ് ഒരു വാർ സിറ്റുവേഷനിൽ തന്നെയാണ് ഇപ്പൊ നമ്മൾ ഇരിക്കുന്നത്. ഈ വാർ സിറ്റുവേഷനെ വേൾഡിൽ നിന്ന് വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാരെ ഒരു ഡെലിഗേഷൻ ടീം ദേ ആർ മേക്കിംഗ്. അതും കൂടി ഈ സുഡാപ്പികളൊന്നും അറിഞ്ഞോട്ടെ. എവറിത്തിങ് ഒരാളെ എന്നെപ്പോ ഇങ്ങോട്ട് വിടുമ്പോ എന്റെ ചുറ്റിലും 1000 ആളുണ്ട്, അറിയോ, എന്നെ നോക്കാം. അതേ ഗവൺമെന്റ് അയക്കുന്നത്. I want to give only the messages they ask me to give. I will give that. But who's against me, who's looking after me നോക്കാൻ അത്രയ്ക്ക് നമ്മളെ രാജ്യം. അതുകൊണ്ടാണ് നമ്മൾ യുദ്ധം വേണ്ട, വി ആർ പ്രിപ്പയറിങ്. നമ്മളെ രാജ്യം അതിനു വേണ്ടി മാറി. അല്ലെങ്കിൽ തോന്നുന്നുണ്ടോ നമ്മളൊരു ജനം ടിവിയിൽ ഇരുന്ന് പറഞ്ഞുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്, ഇത്ര ഇമ്മീഡിയറ്റ് എഫക്റ്റിൽ എടുക്കുമോ? ഇവര് പറയണ്ടല്ലോ ജനം TV ആരും കാണൂല. ജനം TV കാണുന്ന അത്ര ആൾക്കാർ വേറെ ഇല്ല. അത് നമ്മൾ പറഞ്ഞേ പറ്റുള്ളൂ. ഇതിന്റെ പരസ്യം പറയുന്നല്ല, ഉള്ള സത്യം പറയുമ്പോ എങ്ങനെ പരസ്യമാവുക? അപ്പൊ ഇത്രയും ആൾക്കാർ വേയിച്ചുകൊണ്ട് യൂട്യൂബിൽ അവർ ഇംഗ്ലീഷിൽ ഇട്ടിട്ട് നമ്മളെ ചർച്ച കണ്ടു എന്നുള്ളതാ. അതെ അതെ, വലിയ സന്തോഷമുണ്ട് ശ്രീമതി നുസ്രത്ത് ജഹാൻ. ഞാൻ വരാം, ഞാൻ യുവരാജിലേക്കൊന്ന് പോയാണ്. യുവരാജ്, നോക്കൂ, ഈ സെലബി എന്ന പേര് ഞാൻ ആദ്യം കേൾക്കുന്നത് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ശ്രീ AV മോഹനിൽ നിന്നാണ്. അദ്ദേഹമാണ് ഈ ടർക്കിഷ് കമ്പനിയുടെ സാന്നിധ്യം നമ്മുടെ രാജ്യത്തെ പ്രധാന വിമാനത്താവളങ്ങളിലെ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ്, അതുപോലെ കാർഗോ നീക്കം, ഇതിലെല്ലാം ഈ കമ്പനിയുടെ സാന്നിധ്യം, ഈ കമ്പനിയുടെ പങ്കാളിത്തം, അത് അദ്ദേഹമാണ് എന്നെ ധരിപ്പിച്ചത്. നമുക്കറിയാവുന്നതുപോലെ പാകിസ്ഥാൻ ഭീകരാക്രമണത്തിൽ തുർക്കി പ്രത്യക്ഷത്തിൽ തന്നെ പാകിസ്ഥാനെ സഹായിച്ചു, അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു രാജ്യത്തെ ഭരണാധികാരിയുടെ തുർക്കി പ്രസിഡന്റ് എർദോഗൻ്റെ മകൾക്ക് പോലും ഇതിൽ പങ്കാളിത്തമുണ്ട്. സുരയ്യക്ക് ഈ കമ്പനിയിൽ അവർക്ക് ഷെയറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥാപനമാണ്. പ്രധാനമന്ത്രിയുടെ പ്രത്യേക യാത്രാ വിമാനം അതുപോലും കൺട്രോൾ ചെയ്യാനുള്ളൊരു സ്വാതന്ത്ര്യമാണ് ആ കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കൂ, അങ്ങനെയാണ് ഇതിനെക്കുറിച്ച് അറിയുന്നത്. അതാണ് ഞങ്ങൾ ചർച്ച ചെയ്തത്. ഇതുപോലെ മിനിഞ്ഞാന്നായിരുന്നു ചർച്ച നടത്തിയത്. ഇന്നലെ തന്നെ അതിനൊരു റിസൾട്ടും ഉണ്ടായി. നോക്കൂ, സെലബി ഇപ്പോൾ അടച്ചുപൂട്ടി. പക്ഷേ അതുപോലുള്ള ചില ടർക്കിഷ് സ്ഥാപനങ്ങൾ ഇപ്പോഴും നമ്മുടെ രാജ്യത്ത് ഉണ്ട്. പല വിവരങ്ങളും പങ്കുവെക്കുന്നത് പ്രേക്ഷകർ തന്നെയാണ്. ഇപ്പോൾ നോക്കൂ, ഡോഗസ് കൺസ്ട്രക്ഷൻ, ഡോഗസ് ഹോൾഡിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥാപനം. ഈ ഡോഗസ് കൺസ്ട്രക്ഷന് ടർക്കീസ് ലാർജസ്റ്റ് അതായത് റിയൽ എസ്റ്റേറ്റിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കമ്പനിയാണത്. ഡോഗസ് കൺസ്ട്രക്ഷൻ ഹാസ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് എഞ്ചിനീയറിംഗ് പ്രോജക്ട്സ് ഇൻ ഇന്ത്യ, പെർട്ടിക്കുലർലി ഇൻ മെട്രോ റെയിൽ ആൻഡ് ടണൽ construction. Turkish construction firms have been involved in metro rail projects in Lucknow, Pune and Mumbai, as well as other infrastructure initiatives. മെട്രോ റെയിൽ അതുപോലെ ടണൽ കൺസ്ട്രക്ഷനിലൊക്കെ വലിയ റോള് വഹിക്കുന്ന ഡോഗസ് കൺസ്ട്രക്ഷൻ, ഡോഗസ് ഹോൾഡിംഗ്, ഈ സെലബി പോലെ ഒരുപക്ഷെ നാളെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പേര് ഇതായിരിക്കും. അപ്പം നോക്കൂ, ഇവരെല്ലാം പതുങ്ങി ഇരിക്കുകയാണ് നമ്മുടെ ഭാരതത്തിൽ. ഒരവസരം കിട്ടുമ്പോൾ ഇവരുടെ തനി സ്വഭാവം പുറത്ത് എടുക്കും. എങ്ങനെയാണ് ഈ ഒരു സ്ഥിതിവിശേഷത്തെ യുവരാജ് എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത്? അല്ല, ഒന്നാമതായിട്ട് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ശ്രീ AV മോഹനൻ സാർ, അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ വളരെയധികം പരിജ്ഞാനമുണ്ടായിരുന്നു, ഇത്തരത്തിലൊരു വിഷയം നടക്കുന്നു എന്നുള്ള കാര്യം. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം എൻ്റെ ഒരു നിരീക്ഷണമാണ് കേട്ടോ. അദ്ദേഹം ഒരുപക്ഷെ ഒരുപാട് പേരോട് ഇതിനെക്കുറിച്ചിട്ട് സംസാരിച്ചിട്ടുണ്ടാകാം. അദ്ദേഹം അതിനെതിരെ നടപടി എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷേ ആ കാലഘട്ടങ്ങളിലൊന്നും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടാവില്ല. കാരണം അദ്ദേഹം ഒരു സാധാരണ പൊതുജനം മാത്രമാണ്. അങ്ങനെ ഒരു സാധാരണ ജനങ്ങൾക്ക് അവരുടെ ശബ്ദം ഒരിക്കലും അത്ര പെട്ടെന്നൊന്നും തന്നെ പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരുവാനോ ഭരണകേന്ദ്രങ്ങളിലേക്ക് എത്തിക്കുവാനോ സാധിക്കാറില്ല. അപ്പോൾ ജനം TV പേര് പോലെ തന്നെ സാധാരണ ഒരു പൗരൻ്റെ ശബ്ദമായിട്ട് മാറുകയും അത്തരത്തിലൊരു വിഷയത്തിനെ ഉയർത്തിക്കൊണ്ടുവരികയും
അറിയിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിലേക്ക് അറിയിക്കുകയും ഏറ്റവും സാധ്യമാകുന്ന വേഗത്തിൽ അത്തരത്തിലൊരു നടപടികളിലേക്ക് കടക്കുകയും ചെയ്തു എന്നുള്ളത് ശ്രീ മോഹനൻ സാറിനെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ തന്നെ ജനം ടി വിയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും അഭിനന്ദനാർഹമാണ്. നിങ്ങളെ രണ്ടുപേരെയും ആ വിഷയത്തിൽ അഭിനന്ദിക്കുവാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യമേ തന്നെ ആഗ്രഹിക്കുകയാണ്. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രസക്തമായിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ഇപ്പോൾ തുർക്കി എന്ന് പറയുന്ന രാജ്യം വളരെ ഓപ്പണായിട്ട് പാകിസ്ഥാനെ സഹായിക്കുവാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടുണ്ട്. ഇന്ത്യ S-400 റഷ്യയിൽ നിന്ന് വാങ്ങിയതുപോലെ തന്നെ ടർക്കിയുമായിട്ടും ഡ്രോണുകൾ, പർട്ടിക്കുലർലി ടർക്കിയുടെ ഡ്രോണുകൾ ഈ റഷ്യ യുക്രൈൻ യുദ്ധം നടക്കുന്ന സമയത്ത് യുക്രൈന് വല്ലാത്ത രീതിയിൽ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒന്നാണ് ടർക്കിയിൽ നിന്നുള്ള ഡ്രോണുകൾ. ആ ഡ്രോണുകൾ ഇന്ത്യ മേടിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് അത് ഇന്ത്യയിലേക്ക് സെയിൽ ചെയ്യില്ല എന്നൊക്കെ ഉള്ള തലത്തിലുള്ളതായിരുന്നു അവരുടെ നിലപാടുകളെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർ പക്ഷേ പാകിസ്ഥാനെ ഏതളവ് വരെയും സഹായിക്കുവാൻ വേണ്ടിയിട്ട് തയ്യാറാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു കാലഘട്ടം ഈ ആയുധ ഇടപാടാകുമ്പോൾ നമുക്ക് തന്നില്ല എന്ന് പറഞ്ഞ് മാത്രം നമുക്ക് അവരോടൊരിക്കലും ശത്രുത പ്രഖ്യാപിക്കുവാൻ വേണ്ടി സാധിക്കില്ല. ഓരോ രാജ്യങ്ങൾക്ക് ആ രാജ്യത്തിൻ്റേതായിട്ടുള്ള നയങ്ങളുണ്ടാവും. നമ്മളുമായിട്ട് ഒരുപാട് വിഷയങ്ങളിൽ എതിരഭിപ്രായങ്ങൾ ഉള്ളപ്പോൾ പോലും, ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടത്തിനോട് നമുക്ക് 95% കാര്യങ്ങളിലും എതിരഭിപ്രായം തന്നെയായിരിക്കും. പക്ഷേ ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷനിലേക്ക് വരുമ്പോൾ നമുക്ക് ചില തരത്തിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ ഇത്രയും നമ്മൾ അംഗീകരിക്കാത്ത രാജ്യങ്ങളായിരുന്നാൽ പോലും അവരുമായിട്ട് പോലും നമുക്ക് പുലർത്തേണ്ടി വരും. അതൊരു ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ്റെ ഒരു സാഹചര്യമാണ്. അപ്പോൾ ടർക്കിയുമായിട്ട് നമുക്ക് എന്തെങ്കിലും ഒന്നും തന്നില്ല, നമ്മൾ ചോദിക്കുമ്പോൾ അവർ വിൽക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് മാത്രം നമുക്ക് അവരോട് ശത്രുത പ്രഖ്യാപിക്കാനൊന്നും സാധിക്കില്ല. പക്ഷേ കൃത്യമായിട്ടും ഒരു സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത്, ഒരു വാർ ലൈക്ക് സിറ്റുവേഷൻ ഉണ്ടാകുന്ന സമയത്ത് ആ പറയുന്ന രാജ്യം എവിടെ നിൽക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. അവർ അസന്നിഗ്ധമായിട്ട് അവരുടെ നിലപാട് അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു, ഞങ്ങൾ പാകിസ്ഥാനൊപ്പമാണ് എന്നുള്ള കാര്യത്തിൽ. ഇനി നമുക്ക് ടർക്കിയോട് പഴയതുപോലെയുള്ള ഒരു സൗഹാർദ്ദ മനോഭാവത്തോടു കൂടി മുമ്പോട്ട് പോകേണ്ടതില്ല. നോക്കൂ, കഴിഞ്ഞ വർഷം മാത്രം $400 മില്യൺ എമൗണ്ടാണ് ടർക്കി എന്ന് പറയുന്ന രാജ്യത്തിന് മാത്രമായിട്ട് ഇന്ത്യൻ ടൂറിസ്റ്റുകളിൽ നിന്ന് മാത്രമായിട്ട് ലഭിച്ചിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം സഹസ്രകോടികളാണ്, അത് 3000 കോടിയിലധികമാണ് നമ്മുടെ ഇന്ത്യക്കാരുടെ പൈസ ടൂറിസം മേഖലയിൽ മാത്രം ഇന്ന് അവിടെ കഴിഞ്ഞ വർഷം 2024 മാത്രം എത്തിയിരിക്കുന്നത്. നിലവിൽ നമ്മളിപ്പോൾ മേക്ക് മൈ ട്രിപ്പ് ആയിരുന്നാലും ശരി, മറ്റ് ഏതാണ് നമ്മുടെ ടൂർ ബുക്കിംഗ് സൈറ്റുകൾ എടുത്തിരുന്നാലും ശരി, അവർ തുടക്കത്തിൽ തന്നെ ഡിസ്പ്ലേ ചെയ്യുന്നതാണ് ടർക്കി ഇത്തരത്തിലൊരു നിലപാട് നമുക്കെതിരായിട്ട് സ്വീകരിച്ചിട്ടുണ്ട്. നമുക്കൊരു വാർ ലൈക്ക് സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമ്മളോടൊപ്പം ഇല്ല എന്നും നമ്മുടെ ശത്രുവിനോടൊപ്പമാണെന്നും അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ പ്രഖ്യാപിക്കപ്പെട്ട ഒരു രാജ്യത്തേക്ക് നിങ്ങൾ പോകണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ്. അത് അനുസരിച്ച് മാത്രം, നിങ്ങൾക്ക് അത്യാവശ്യ കാര്യങ്ങളില്ല എന്നുണ്ടെങ്കിൽ മാത്രം അങ്ങോട്ടേക്ക് പോകുക, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യം ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. 60% പേര്, ഈ പറയുന്ന വെക്കേഷൻ സമയമാണത്, ബുക്ക് ചെയ്തവരിൽ 60% പേരും ആ പറയുന്ന തങ്ങളുടെ യാത്ര തങ്ങൾക്ക് നഷ്ടമുണ്ടാകുമെന്ന് ഉറപ്പായിട്ട് പോലും ക്യാൻസൽ ചെയ്യാൻ വേണ്ടി, നമുക്കറിയാം എയർ ടിക്കറ്റുകൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് ഫുൾ എമൗണ്ട് ഒന്നും റീപേ ആവാറില്ല. എന്നിട്ട് പോലും 60% ഭാരതീയർ ഞങ്ങൾ തുർക്കിക്കൊപ്പം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ പൈസ പോയാലും സാരമില്ല എന്ന് പറഞ്ഞ് ക്യാൻസൽ ചെയ്ത് മടങ്ങുവാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനമെടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ തുർക്കി നമ്മൾ പാകിസ്ഥാനെ കാണുന്നത് പോലെ തന്നെ, ചൈനയെ കാണുന്നത് പോലെ തന്നെ നമ്മൾ കാണേണ്ടുന്ന ഒരു സ്ഥലമാണ് ഇനി മുതൽ അങ്ങോട്ടേക്ക്. കാരണം അവരുടെ നിലപാട് എന്താകും മുൻപോട്ടുള്ള കാര്യങ്ങളിൽ എന്നുള്ളതിനെക്കുറിച്ചിട്ട് നമുക്ക് നല്ല ധാരണയുണ്ട്. അപ്പോൾ തുർക്കിയുടേതായിട്ടുള്ള വ്യവസായങ്ങൾ, തുർക്കിയുടേതായിട്ടുള്ള ബിസിനസ്സുകൾ ഇന്ത്യയുടെ മണ്ണിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവയെല്ലാം തന്നെ ടാർഗറ്റ് ചെയ്യപ്പെടേണ്ടതാണ്. അതിനകത്ത് സെക്യൂരിറ്റി കൺസേൺ ഉണ്ടോ, സെക്യൂരിറ്റി കൺസേൺ ഇല്ലയോ, ഇതൊന്നും തന്നെ അതിനകത്ത് ബാധകമായിട്ടുള്ള കാര്യമല്ല. ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വിമാനം ഉൾപ്പെടെ ഇന്ത്യയിൽ ഇത്രയധികം വിമാന സർവീസുകൾ അവർ ഹാൻഡിൽ ചെയ്തിരുന്നു. അപ്പോൾ അതിലൊക്കെ സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ടായിരുന്നു, സെക്യൂരിറ്റി ക്ലിയറൻസ് കൊടുത്തിരുന്നല്ലോ. തീർച്ചയായിട്ടും നമ്മുടെ ഏജൻസികളുടെ കാര്യക്ഷമതയൊന്നും അതിനകത്ത് നമുക്ക് സംശയിക്കേണ്ടതായിട്ടുള്ള കാര്യമൊന്നുമില്ല. ഇതൊക്കെ അവർ ചെയ്യുമ്പോൾ തന്നെയും പ്രത്യേക SOP ഒക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യവും, ആ സെക്യൂരിറ്റി അത് കൃത്യമായി നടക്കുന്നുണ്ട് എന്നുള്ള കാര്യവും ഓവർവ്യൂ ചെയ്യുന്നതിനും ഓരോ വിഷയത്തിൽ ഇടപെടുന്നതിനും ഒരു നമ്മുടെ സെക്യൂരിറ്റി ഏജൻസികൾക്കും മറ്റുള്ളവയ്ക്കും സാധിച്ചിട്ടുണ്ടായിരുന്നിരിക്കണമല്ലോ തീർച്ചയായിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ഇതിനു മുമ്പ് തന്നെ പലതും സാധിക്കുമായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള സംശയങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷേ ഭാവിയിൽ ചിലപ്പോൾ ഒരു അട്ടിമറിക്ക് വേണ്ടിയിട്ട് അവർക്ക് ഒരു ശ്രമം നടത്തിക്കൂടായി
വൈകിയൊന്നുമില്ല. അവർക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ടു പഠിച്ചതിന് ശേഷം ചിലപ്പോൾ ഞാൻ അത്തരത്തിലുള്ള സാധ്യതകളെയോ സാഹചര്യങ്ങളെയോ ഒന്നും തള്ളിപ്പറയുന്നൊന്നുമില്ല. പക്ഷേ എനിക്ക് എൻ്റെ സെക്യൂരിറ്റി ഏജൻസികളെയും എൻ്റെ ഗവൺമെൻറ്റിനെയും വിശ്വാസമാണ് അതിലെന്നുള്ളതാണ്. പക്ഷേ ഇവിടെ നമ്മൾ എന്ത് വിഷയത്തിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യ എന്ന് പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി തന്നെ, അദ്ദേഹം 2014 പ്രധാനമന്ത്രി ആകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ഇന്ത്യ ഏത് തലത്തിലായിരിക്കണം ലോകത്തിൻ്റെ മുമ്പിൽ പ്ലേസ് ചെയ്യപ്പെടുന്നതെന്നുള്ളതിനെ കുറിച്ചിട്ട് അദ്ദേഹത്തിനൊരു വിഷൻ ഉണ്ടായിരുന്നു. നമ്മൾ 140 കോടി ജനങ്ങളുണ്ട്. അന്ന് അദ്ദേഹം 130 കോടി ജനങ്ങളെന്നാണ് പറയുന്നത്. 130 കോടി ജനങ്ങളുണ്ട്. ഈ 130 കോടി ജനങ്ങളെന്ന് പറയുന്നത് ലോകത്തിൻ്റെ പോപ്പുലേഷൻ്റെ ഒരു മേജർ ചങ്കാണ്. അപ്പോൾ എത്ര തരത്തിലുള്ള ബിസിനസ് ലോകത്ത് നടക്കണമെന്നുണ്ടെങ്കിലും ഇന്ത്യയുടെ മണ്ണിലേക്ക് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇവരുടെ പലരുടെയും പ്രോഡക്റ്റുകളെ അവർക്ക് പ്രോഫിറ്റബിളായിട്ട് സെല്ല് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയുള്ളൂ. അപ്പം നമ്മുടെ രാജ്യത്തിലെ ജനങ്ങളെ കൃത്യമായിട്ടും ഒരു മാർക്കറ്റായിട്ട് ഗ്ലോബൽ സിസ്റ്റം കാണുന്നു എന്നുണ്ടെങ്കിൽ നമുക്കത് ഉപയോഗിച്ച് തീർച്ചയായിട്ടും അവരോട് ഡിക്റ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കണം. ഇപ്പോൾ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി എന്ന് പറയുന്ന പദ്ധതി കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന സമയത്ത് പോലും കേന്ദ്രം ലോകത്തോട് പറഞ്ഞത്, നിങ്ങൾക്കിത് ഇന്ത്യയിൽ സെയിൽ ചെയ്യണമെന്ന് ആഗ്രഹമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ത്യയിലേക്ക് വരിക, ഇവിടെ ഇത് നിർമ്മിക്കുവാനുള്ള മനസ്സ് കാണിക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരൊറ്റ പ്രോഡക്റ്റും ഇവിടെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ടാക്സ് റിലാക്സേഷനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോടുകൂടി ഇത് ചെയ്യാമെന്ന് നിങ്ങൾ വിചാരിക്കണം. നിങ്ങൾ ഇന്ത്യയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, ഇന്ത്യക്കാർക്ക് തൊഴിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതെല്ലാം ലഭിക്കുന്നുള്ളൂ. അപ്പം നമ്മുടെ ആ പൊട്ടൻഷ്യലിനെ കൃത്യമായിട്ട് 2014 മുതൽ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയതിൻ്റെ കൂടെ റിസൾട്ടാണ് ജിയോ പൊളിറ്റിക്കൽ സ്റ്റേജിൽ നമുക്കിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ പറയുന്ന ഒരു സെൻട്രൽ സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ശത്രുക്കൾക്കെതിരായിട്ട് അത് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കണം. ഇപ്പോൾ ഗാൽവാനിലെ ടെൻഷന് ശേഷം ചൈനയ്ക്ക് ഉണ്ടായിട്ടുള്ള വ്യാപാര നഷ്ടം എന്താണെന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട് നമുക്ക് നല്ല ധാരണയുണ്ട്. ചൈനയുടേതായിട്ടുള്ള മുഴുവൻ പ്രോഡക്റ്റുകളും ഇന്ത്യയിൽ ഒന്നുകിൽ ടാക്സ് കൂടുകയോ അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ പല ഓൺലൈനായിട്ടുള്ള സംഭവങ്ങൾ മുഴുവൻ ഇവിടെ ബാൻ ചെയ്യപ്പെടുകയോ ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് അവർക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് ഭീമമായിട്ടുള്ള നഷ്ടം തന്നെയാണ്. അപ്പോൾ അതേ കാറ്റഗറിയിൽ തന്നെ നമ്മൾ തുർക്കിയെയും കൊണ്ടുവരണം. അപ്പോൾ ജനം ടി വി ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇനിയും വളരെ കൂടുതലായിട്ട്, ഇപ്പോൾ തുർക്കി ആയിരുന്നാലും ശരി, അസർബൈജാൻ ആയിരുന്നാലും ശരി തന്നെയാണ്, അവരുടെ എന്തൊക്കെ സംവിധാനങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഒരു പക്ഷേ എല്ലാവരും ഒന്നും ശ്രദ്ധിക്കുന്നില്ല എന്നുണ്ടെങ്കിലും മോഹനൻ സാറിനെ പോലെയുള്ള വ്യക്തിത്വങ്ങൾ ഇനിയും ഒരുപാട് നമ്മുടെ സമൂഹത്തിൻ്റെ ഇടയിൽ ഉണ്ടാകാം. അപ്പോൾ അത്തരത്തിലുള്ള വ്യക്തികൾ തീർച്ചയായിട്ടും ഇത് കൂടുതലായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ ശത്രുക്കൾക്ക് എവിടെയൊക്കെ സ്പേസ് ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ജിഹ്വയായിട്ട്, നിങ്ങളുടെ നാവായിട്ട്, നിങ്ങളുടെ കണ്ണായിട്ട് ജനം ടി വി ഇവിടെ ഉണ്ട്. തീർച്ചയായിട്ടും അത് നമുക്ക് ലോകത്തിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ മുമ്പിൽ, അധികാരികളുടെ മുമ്പിൽ നമുക്കത് കൊണ്ടുവരാനും പ്രസൻറ്റ് ചെയ്യപ്പെടാനും വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ കൂടുതലായിട്ടുണ്ടാവുക. നമ്മുടെ മണ്ണ് എന്ന് പറയുന്നത് നമ്മുടെ ശത്രുവിന് ഒരു തരത്തിലുമുള്ള ധനസമ്പാദനത്തിനുള്ള മാർഗമായിട്ട് ഉപയോഗിക്കുവാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശത്തോടു കൂടി വന്നിറങ്ങുവാനോ ഉള്ള സ്ഥലമല്ല. നമ്മൾ അതിനെ എല്ലാത്തിനെയും തന്നെ നമ്മൾ കോട്ട കെട്ടി മറക്കേണ്ടതുണ്ട്. അതിനെ ഇവിടുന്ന് തുരത്തി ഓടിക്കേണ്ടതുണ്ട്. എന്തായാലും ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവന്ന മോഹനൻ സാറിനും ജനം ടി വിക്കും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ. ശ്രീ എ വി മോഹനൻ, സെലബിയിലുള്ള ആശങ്ക ഞാനുമായി ആദ്യം പങ്കുവച്ചത് താങ്കളാണ്. ഞാൻ ആമുഖത്ത് തന്നെ അത് ചൂണ്ടിക്കാണിച്ചു. താങ്കൾ ഈ വേദിയിൽ പലതും തുറന്നു പറഞ്ഞു. അതിലുള്ള കലിപ്പ് കൊണ്ടാണെന്ന് അനുമാനിക്കുന്നു. പാകിസ്ഥാനിൽ നിന്നും താങ്കളുടെ മകളുടെ മൊബൈൽ ഫോണിലേക്ക് ഇന്ന് വാട്സപ്പ് കോൾ വന്നു. അതിനുശേഷം വല്ല ത്രെട്ടനിങ് കോളും വന്നോ? പിന്നെ നമസ്കാരം എല്ലാവർക്കും. അതിനുശേഷം ത്രെട്ടനിങ് കോളൊന്നും വന്നില്ല സാർ. ആക്ച്വലി അത് എന്റെ മകളുടെ ഫോണിലേക്കാണ് വന്നത്. കേൾക്കുന്നുണ്ടല്ലോ? അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, മകളുടെ ഫോൺ നമ്പർ എങ്ങനെ കിട്ടി? സാർ അതാണ് എനിക്കറിയാത്തത്. കാരണം എവിടെ തൊട്ടാൽ എവിടെ വേദനിക്കുമെന്ന് ഈ വിളിച്ചവർക്ക് അറിയായിരിക്കും. പക്ഷെ എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഞാനൊരു ഇന്ത്യൻ പൗരനാണ് സാർ. എന്നെ എവിടെ തൊട്ടാലും ഞാൻ വേദനിക്കില്ല സാർ. എന്നെ വേദനിപ്പിക്കാൻ ഈ തീവ്രവാദികൾക്ക് പറ്റൂല. കാരണം എന്നെ വിളിച്ചത്, എന്റെ മകളെ വിളിച്ചിട്ട് ചോദിച്ചത്, നിന്റെ അച്ഛന്റെ ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് ഉടനെ തരണം, വേർ ഈസ് ഹി, വാട്ട് ഈസ് ഹിസ് കോണ്ടാക്ട് നമ്പർ എന്നൊക്കെയാ ചോദിച്ചത്. എന്നെ ശരിക്കും പറഞ്ഞാൽ വധഭീഷണി എന്നല്ല പറയുന്നത്. അതായത് ദേ വാണ്ട് ഓൾ ദ ഡീറ്റെയിൽസ് ഓൺ മീ. അതായിരുന്നു അവരുടെ ആവശ്യം. പെട്ടെന്ന് ആ അവള് ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് താഴെ വന്നു, പറഞ്ഞു, ഇതുപോലെ പറഞ്ഞു. അപ്പോഴത്തേനും അത് ഫോൺ കട്ടാക്കി. ഞാൻ SBCID എന്നാണ്, CBCID എന്നാണ്, ക്രൈംബ്രാഞ്ചിൽ നിന്നാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞു.
പിന്നെ ഉടനെ ഞങ്ങളത് ട്രൂ കോളറിലൊക്കെ ഇട്ട് നോക്കുമ്പോൾ അത് പാകിസ്ഥാൻ എന്നുള്ള ഒരു കോളായിരുന്നു. അപ്പൊ ഞാൻ എന്റെ കുടുംബത്തിൽ പറഞ്ഞു, ഇത് സാരമില്ല, ഒരു പോലീസ് കംപ്ലൈന്റ് വേണോ വെച്ചു. അവരാരും പറഞ്ഞു വേണ്ട, ഇത് പെൺകുട്ടിയുടെ ഒക്കെ അവരുടെ കൂട്ടിയിട്ട് സ്റ്റേഷനിലൊക്കെ പോകണമെന്ന് പറഞ്ഞു. അപ്പം കുറച്ച് കഴിഞ്ഞ് ഞാൻ നുസ്രത്ത് മാഡത്തിന് ഞാനൊരു ഇതിട്ടു, ഞാൻ ഈ നമ്പറിൽ നിന്ന് എനിക്ക് ഇതുപോലെ ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു, എന്റെ മകൾക്ക് എന്റെ ഡീറ്റെയിൽസ് അന്വേഷിച്ചിട്ടെന്ന് പറഞ്ഞു. മാഡം പറഞ്ഞു എനിക്കും ഇതേ നമ്പറിൽ നിന്ന് ഇതേ ആൾ എനിക്ക് വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. സോ ദെൻ ഐ ഗോട്ട് റിയലി ഇറിറ്റേറ്റഡ്. എനിക്ക് പേടിയല്ല സാർ, ഞാൻ പേടിക്കൂല സാർ, ഞാനൊരു ഇന്ത്യൻ പൗരനാണ്, ഞാൻ പേടിക്കൂല. പക്ഷെ ഐ ഗോട്ട് ഇറിറ്റേറ്റഡ്. ഇമ്മീഡിയറ്റ്ലി ഞാൻ പോയി തമിഴ്നാട് പോലീസിൽ, നമ്മുടെ താമ്പരത്താണ്, പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്തു. അന്നേരം തന്നെ, ഞാൻ തമിഴ്നാട് ഗവൺമെന്റിൽ നിന്ന് ഇത്രയും നന്നായിട്ട് പ്രതീക്ഷിച്ചിട്ടില്ല. അന്നേരം തന്നെ അടുത്ത 10 മിനിറ്റിനുള്ളിൽ എനിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ തന്നു. ഇതാണ് അതിന്റെ പ്രൂഫ്. തീർച്ചയായും ഇത്രയും രാജ്യസ്നേഹമുള്ള ഒരു ഗവൺമെന്റ്, തമിഴ്നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രി സ്റ്റാലിൻ, ഏത് രാഷ്ട്രീയക്കാരനായിക്കോട്ടെ, അത്രയും നല്ലൊരു മുഖ്യമന്ത്രി, അത്രയും നല്ലൊരു പോലീസ് സംവിധാനം, പോയി അടുത്ത അരമണിക്കൂറിനകം എന്റെ വീട്ടിൽ പോലീസ് പ്രൊട്ടക്ഷൻ ഇട്ടു. അപ്പം ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം കൂടെ പറയട്ടെ സാർ. ഈ ഓലപ്പാമ്പിനെ ഒന്നും കാണിച്ചിട്ട് എന്നെ പോലുള്ള ഒരുത്തിനൊന്നും പേടിപ്പിക്കാൻ പറ്റൂല. കാരണം ഞാനൊക്കെ തുനിഞ്ഞ് ഇറങ്ങിയതാണ്. ഈ ഇറക്കം നിർത്തൂല, ഇനിയും നിർത്തൂല സാർ. ഇന്തോ തായ് എന്ന് പറഞ്ഞൊരു കമ്പനി മാഡം ആദ്യം ചൂണ്ടിക്കാണിച്ചു. ഇന്തോ തായ് എന്ന് പറഞ്ഞൊരു കമ്പനി സൗദി ബേസ്ഡ് കമ്പനിയാണ്. സൗദി ബേസ്ഡ് കമ്പനിയാണെങ്കിലും അവർ സൗദി നമ്മളുടെ ശത്രു രാജ്യമൊന്നുമല്ല. പക്ഷേ സൗദി ായിരിക്കണം എന്നില്ലല്ലോ, ഒറിജിനൽ സൗദിക്കാരായിരിക്കുമല്ലോ. വേറെ എവിടെന്നെങ്കിലും സൗദിയിൽ പോയി സൗദിയിൽ നിന്ന് ഇൻവെസ്റ്റ്മെന്റ് നടത്തി അങ്ങനെയൊക്കെയല്ലേ നമ്മുടെ ഗവൺമെന്റിനെ പറ്റിക്കാൻ പറ്റും. പിന്നെ ഇന്തോ തായ് എന്ന് പറഞ്ഞൊരു കമ്പനി 2,80,00,000 രൂപ മാസം നഷ്ടപ്പെടുത്തിയിട്ട് കോഴിക്കോട് എയർപോർട്ടിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന വരുമാനം 75 ലക്ഷം ഒരു മാസം. ഈ ബാക്കി പിന്നെ അവിടെയുള്ള എംപ്ലോയീസിന്, അതായത് ദേ ആർ ബ്രേക്കിംഗ് ആൻഡ് വയലേറ്റിംഗ് റൂൾസ് ലോ ഓഫ് ദ ലാൻഡ്. അതായത് നമ്മളുടെ നാട്ടിൽ ഒരു മിനിമം വേജസ് ആക്ട് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ആ മിനിമം വേജസ് ആക്ട് പോലും കൊടുക്കാതെ ഈ പാവങ്ങളെ കഷ്ടപ്പെടുത്തി ശമ്പളം കൊടുക്കാതെ ഈ നമ്മളെ നാടിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇവിടെ വന്നിരിക്കുന്നത്. നല്ല ശമ്പളം കൊടുത്താലേ നല്ല ആൾക്കാരെ കിട്ടും. നല്ല ആൾക്കാരല്ല എന്നല്ല പറഞ്ഞത്, പക്ഷെ ജോലി കിട്ടാനുള്ള സാധ്യത ഇല്ലാത്തത് കൊണ്ട് അവര് എന്തെങ്കിലും ഒരു ജോലി കിട്ടും. പിന്നെ എയർപോർട്ട് എന്ന് പറഞ്ഞാൽ വൈറ്റ് കോളർ ജോബാണല്ലോ. അപ്പം എല്ലാവരും ഈ ചക്കപ്പഴത്തിന് ഈച്ച പൊതിയുന്ന പോലെ പൊതിഞ്ഞ് അതിന്റെ മേലെ വന്ന് വീഴും. അതേപോലെ ഈ ഹവാസ് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട് സാർ, അതും ഈ തുർക്കി ബേസ്ഡ് കമ്പനിയാണ്. അതിനെ പറ്റിയിട്ടുള്ള ചർച്ച നമുക്ക് അതിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാം. അവർ പല ജോയിന്റ് വെഞ്ചർ നടത്തിയിട്ട് ഏവിയേഷൻ ഫീൽഡിൽ കൈവച്ചിട്ടുണ്ട്. പിന്നെ ഒരു കമ്പനി ഉണ്ട് BWFS, അതും വിദേശ കമ്പനിയാണ്. എന്റെ മാഡം പറഞ്ഞതിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. നമ്മളുടെ ബാക്കി എല്ലാ കാര്യങ്ങളും പിന്നെ ദേശ സുരക്ഷയെ ബാധിക്കുന്ന കാര്യങ്ങൾ ഒഴികെ ബാക്കി എല്ലാ സ്ഥലത്തും FDI, ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് അംഗീകരിക്കാൻ പറ്റും. അത് ഏത് ഗവൺമെന്റ് ചെയ്താലും. പിന്നെ വേറൊരു കാര്യം, ഈ പിന്നെ ഇത്രയും രാജ്യസുരക്ഷ വേണ്ടുന്ന ഈ കാര്യങ്ങളിൽ നമുക്ക് പഴയ നമ്മുടെ എയർ ഇന്ത്യയും നമ്മളുടെ സംവിധാനങ്ങൾ തന്നെ ഉണ്ടല്ലോ. എന്തിനാണ് നമ്മൾ ഈ BWFS-ഉം ഹവാസും സെലബി മാറിയപ്പോ ഇപ്പൊ എയർ ഇന്ത്യ തന്നെ ഏൽപ്പിച്ചിരിക്കല്ലേ അല്ലേ? ഇല്ല സാർ, അത് എല്ലാ സ്ഥലത്തും എയർ ഇന്ത്യയൊന്നും ഏൽപ്പിച്ചിട്ടില്ല. എന്നാലും അത് സ്റ്റാഫ് ഉണ്ടാവില്ല. അതൊക്കെ പെട്ടെന്ന് ഒരു സെക്കൻഡ് കൊണ്ടതല്ലേ. ഞാൻ ഈ ജനൻ ടിവിനെ ശരിക്കും ഇത് എനിക്കും ഇപ്പൊ 3 ദിവസമായി ഞാൻ ഈ ചാനലിൽ ഇതേ സമയത്ത് ഇരിക്കുന്നത്. പല ആൾക്കാരും പറയുന്നത് നീ എന്താ BJP ആണോ, ജനൻ ചാനലിൽ വന്നു കഴിഞ്ഞാൽ BJP ആവോ? എനിക്കറിയില്ല. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ സാർ റെജി ലൂക്കോസ് സാർ എന്താ BJP ആണോ? അല്ലല്ലോ, നല്ല ഒന്നാം കമ്മ്യൂണിസ്റ്റുകാരനല്ലേ. പക്ഷേ ഇത് തുറന്ന് പറയാനും തുറന്ന് ഗവൺമെന്റിൽ അറിയിക്കാനും എടുത്തു കഴിഞ്ഞാൽ നടപടി എടുക്കും എന്നുള്ള ഒരു വിശ്വാസം കൊണ്ടാണ് നമ്മൾ ജനൻ ചാനലിൽ പോകുന്നത്. ഇത് ആരും വിചാരിക്കേണ്ട, ജനൻ ചാനൽ ആരും കാണുന്നില്ല, അത് എല്ലാവരും കാണുന്നുണ്ട്. പക്ഷെ എന്നോട് കിട്ടിയ അഭിപ്രായം പറഞ്ഞത്, ഇത് നേരെ മറിച്ച് നീ വേറെ ഏതെങ്കിലും ചാനലിലായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം എനിക്ക് കേരളത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് ജനത്തിന്റെ കൂടെയാണ് ഞാൻ, കാരണം ഞാൻ ജനത്തിന്റെ ഒരു ഇതാണ്, ഞാൻ സത്യസന്ധമായ വാർത്ത കൊടുക്കുന്നുണ്ടാണ്. അല്ലെങ്കിൽ പിന്നെ എന്നെ പോലുള്ള ഒരു സാധാരണക്കാരൻ കൊടുക്കുന്ന വാർത്ത ഇത്രയും വലിയ ലെവലിൽ പ്രധാനമന്ത്രി ലെവലിലും സിവിൽ ഏവിയേഷൻ മിനിസ്റ്റർ ലെവലിലും DGCA ഡയറക്ടർ ജനറലിലും ഒക്കെ എത്തി BCASന്റെ ഡയറക്ടർ ജനറൽ ഒരു കമ്പനിയുടെ ലൈസൻസ് 1 മിനിറ്റ് കൊണ്ട് ക്യാൻസൽ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു ഗവൺമെന്റ് ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കുന്നത് നമ്മൾ എന്തിനാ സാർ ഈ തുർക്കിയെ സഹായിക്കുന്നത്? എന്റെ ഒരു ചെറിയ സംശയമുണ്ട്. ആ ചോദ്യം തെറ്റിദ്ധരിക്കാൻ പാടില്ല സാർ. നമ്മുടെ റെജി ലൂക്കോസ് സാറിനും കൂടിയാണ്, തെറ്റിദ്ധരിക്കാൻ പാടില്ല. ആദ്യം തന്നെ ഐ ബെഗ് യുവർ പാർഡൺ സാർ. നമ്മുടെ കേരള ഗവൺമെന്റ് തുർക്കിക്ക് ഒരു 10 കോടി രൂപ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തിനാ സാർ അത് കൊടുത്തത്? അന്നേരം സാറ് പറയുന്ന ഉത്തരം കൂടി ഞാൻ അങ്ങോട്ട് ദയവെച്ച് ഞാൻ ചോദിക്കുന്നതാണ്.
എനിക്ക് സംശയം, ഈ തുർക്കിക്ക് ഒരു 10 കോടി രൂപ കൊടുത്തു നമ്മുടെ കേരള ഗവൺമെന്റിന്റെ അടുത്ത് സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ട്. ഞാനും അതിൽ ആ ഗവൺമെന്റിന്റെ ഒരു വളരെ വിശ്വാസിയാണ്, നല്ല ആളാണ്. പക്ഷേ നമ്മളുടെ പൈസ എന്തിനു കൊടുത്തു? തുർക്കിക്ക്. അതേപോലെ കഴിഞ്ഞ മാസമല്ലേ സാർ തായ്ലൻഡിൽ ഒരു ഭൂകമ്പം ഉണ്ടായത്? അവിടെ ഒരു 10 പൈസ കൊടുക്കാൻ പറ്റിയോ നമ്മൾക്ക്? എന്തുകൊണ്ടാണ് സാർ അത് തായ്ലൻഡിനും തുർക്കിക്കും എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ സാർ? എല്ലാം മനുഷ്യരല്ലേ. നമ്മളുടെ ഇടത്തോട്ട് തിരിഞ്ഞ തുർക്കി, വലത്തോട്ട് തിരിഞ്ഞ തായ്ലൻഡിൽ ഭൂകമ്പം ഉണ്ടായിട്ട് ആയിരങ്ങൾ മരിച്ചു, ഒരു 5 പൈസ കൊടുക്കൂല. തുർക്കിയിൽ ഒരു 10 ആൾ മരിച്ചു കഴിഞ്ഞാൽ ഉടനെ നമ്മളുടെ 10 കോടി. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ ഗവൺമെന്റിനെതിരല്ല, തീരുമാനങ്ങൾക്കെതിരാണ്, ഒരു സംശയമില്ല കാര്യത്തില്. ഗവൺമെന്റിന് ഞാൻ എതിരല്ല, ഇന്ത്യ സംവിധാനത്തിലുള്ള ഗവൺമെന്റിന് ഞാൻ എതിരല്ല, തീരുമാനങ്ങൾക്ക് ഞാൻ എതിരാണ്. ഇതുപോലെ ഇനി ഒരുപാടുണ്ട് സാർ. ഇപ്പം നമ്പ്യാർ സാർ, ഇപ്പം നമ്മൾ വെടി തുടങ്ങിയതേ ഉള്ളൂ, വെടി പൊട്ടിയിട്ടില്ല ഇനി ഞാൻ ഇതിപ്പം ഇത്രയും ഒരു ചെറിയൊരു കാര്യം ചെയ്യുമ്പോൾ തന്നെ പാകിസ്ഥാനിൽ നിന്ന് വിളിച്ച് നമ്മുടെ ഡീറ്റെയിൽസ് അന്വേഷിക്കാനും, നുസ്രത് ജഹാൻ മേഡത്തിന്റെ ഡീറ്റെയിൽസ് അന്വേഷിക്കാനും, സജ്ജാദ് എന്നാണ് അയാളുടെ പേര് ഞാൻ കണ്ടത്. അത് ഞാൻ ജാതി പേര് കൊണ്ട് പറയുന്നില്ല, സജ്ജാദ് എന്നാണ് കണ്ടത്. മേഡം അത് കൺഫേം ചെയ്തിട്ടുണ്ട്, അതേ നമ്പറിൽ തന്നെയാണ് വന്നത്. അപ്പൊ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്, പോലീസ് പ്രൊട്ടക്ഷൻ കൊടുത്തു. എനിക്കറിയാം എന്റെ ഈ ഗവൺമെന്റ്, ഇത് ഞാൻ രാഷ്ട്രീയമേ അല്ല പറയുന്നത്, ഈ ഗവൺമെന്റ് ഉള്ളിടത്തോളം കാലം ഇത്ര ചങ്കുറപ്പുള്ള ഒരു ഗവൺമെന്റ് ഇന്ത്യയിലുള്ളപ്പം ഞങ്ങളുടെ ഒന്നും ഒരു രോമം തൊടാൻ ഈ തുർക്കിക്കാരനോ ഈ പാകിസ്ഥാനിക്കോ ഈ തീവ്രവാദിക്കോ പറ്റൂല സാർ. എനിക്ക് അത്രയും വിശ്വാസമുണ്ട് സാർ. ഞാൻ ഇനിയും തുടരും സാർ, ഇനിയും തുടരും. ഞാൻ ഇത് തൊട്ടത് മാത്രമേ ഉള്ളൂ, ഇനിയാണ് ഇതിന്റെ ശരിക്കുള്ള വരല്. എത്ര തീവ്രവാദി വേണമെങ്കിൽ വിളിച്ചോട്ടെ സാർ. നമുക്ക് അന്വേഷിച്ച് പോണം മോഹൻ സാർ, നമുക്ക് പോണം. എന്തായാലും പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ സാർ. പാകിസ്ഥാൻ നമ്മളുടെ ശത്രു രാജ്യമാണെന്ന് നമുക്ക് പണ്ട് മുതലേ അറിയാം. ശത്രുവിന്റെ മിത്രം നമ്മളുടെ ശത്രുവല്ലേ? തീർച്ചയായും. അതാണ് ആ ആംഗിളിലാണ് കണ്ടത്. ശത്രുവിന്റെ ശത്രു നമ്മളുടെ ശത്രുവിന്റെ മിത്രം നമ്മളുടെ ശത്രുവാണെങ്കിൽ നമ്മളുടെ കാശ്, നമ്മളുടെ കേരളത്തിലെ കുട്ടികൾ കഞ്ഞി കുടിക്കേണ്ട പൈസ എന്തിനാ സാർ തുർക്കി രാജ്യത്തിന് കൊടുത്തത്? എനിക്കറിയാം, എനിക്ക് വേദനയുള്ളതുകൊണ്ട് ചോദിക്കുന്നത്. എന്ത് കാര്യം? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഞാൻ ശ്രീ റെജി ലൂക്കോസിനോട് ഞാനത് ചോദിക്കാതിരിക്കുന്നു, പക്ഷെ അതിന് മുമ്പ് തന്നെ മോഹനൻ സാർ അത് ചോദിച്ചു. പക്ഷേ ഇല്ല സാർ, ഒരു കാര്യം കൂടെ പറയാം. അത് ഈ ഇന്ത്യ മഹാരാജ്യത്തിലുള്ള ഒരു സംസ്ഥാനത്തിന്റെ ഒരു പൈസയും ആ രാജ്യത്ത് പോയിട്ടില്ല, ഈ കേരളം ഒഴികെ. ഞാൻ ചോദിക്കുന്നത്, ഞാനൊരു ഇന്ത്യൻ പൗരൻ എന്ന നിലക്ക്, ഒരു കേരളത്തിൽ ജനിച്ചു വളർന്നുള്ള ഒരാൾക്ക്, ഒരു മലയാളി എന്ന നിലക്ക് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇത് സാറ് ചോദിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങളൊക്കെ അരിയാഹാരം കഴിക്കുന്നവരല്ലേ, നമുക്ക് ചോദിക്കണ്ടേ? യെസ്, റെജി ലൂക്കോസ്, തുർക്കിക്ക് കേരളം 10 കോടി കൊടുത്തത് ഒരു വലിയൊരു വിഷയമായിരുന്നില്ല. പക്ഷേ ഇപ്പം പാകിസ്ഥാൻ ഭീകരാക്രമണം ഭാരതത്തിന് നേരെ, ആ ഒരു പശ്ചാത്തലത്തിൽ കേരളം എന്തിന് 10 കോടി കൊടുത്തു എന്നൊരു ചോദ്യം പ്രസക്തമാവുകയാണ്. ഈ നമ്മുടെ മോഹനൻ സാറിനെ പോലെ പ്രതികരിക്കുന്ന പലരും ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ആ 10 കോടി തിരിച്ചെടുക്കണ്ടേ എന്നുള്ളതാണ്. റെജി ലൂക്കോസ്. രണ്ട് മറുപടിയുണ്ട്. ഒന്നത് അസംബന്ധമാണ്. എവിടെ പ്രകൃതി ദുരന്തം ഉണ്ടായാലും പരസ്പരം രാഷ്ട്രീയമോ ശത്രുത നോക്കാണ്ട് സഹായിക്കുന്നതാണ് ലോക ജനത. ഒന്ന്. രണ്ടാമത് 2019 തോന്നുന്നത്, 1-2 വർഷം മാറിപ്പോയിട്ടുണ്ടെങ്കിൽ സബ്ജക്ട് ടു കറക്ഷൻ. പാകിസ്ഥാനിൽ ഭീകരമായൊരു ദുരന്തം ഉണ്ടായപ്പോൾ, പ്രകൃതി ദുരന്തം ഉണ്ടായപ്പോൾ ആദ്യം അവിടെ സഹായഹസ്തമായിട്ട് ചെന്ന ഇന്ത്യ. അന്ന് ഏതാണ്ട് 100 കോടിയിൽ അധികം തുക വരുന്ന ഭക്ഷണപദാർത്ഥങ്ങളും റെസ്ക്യൂ ഓപ്പറേഷൻ ടീമും ഒക്കെ ആയിട്ട് ശത്രു രാജ്യത്ത് ഇപ്പൊ മോഹൻ സാർ വിശേഷിച്ച് രാജ്യത്തേക്ക് ലാൻഡ് ചെയ്തത് ഇന്ത്യ ഗവൺമെന്റ് ആദ്യമായിട്ട് ലാൻഡ് ചെയ്തത്. അപ്പൊ പിന്നെ നിങ്ങൾ ആ പണം എല്ലാം തിരിച്ചു മേടിക്കുമോ? നേപ്പാളിൽ അടുത്ത പ്രാവശ്യം ഉണ്ടായ സംഭവത്തിൽ, അതുപോലെ തന്നെ മ്യാൻമാറിൽ 18ഓളം ഫ്ലൈറ്റുകളിൽ നമ്മൾ സുരക്ഷാ വസ്തുക്കളും അതുപോലെ തന്നെ നമ്മുടെ മരുന്നുകളും ഒക്കെ ആയിട്ട് ഇന്ത്യ ഗവൺമെന്റ് പോയി. ശ്രീലങ്കയിൽ പട്ടിണിയും പരിവട്ടവുമായിട്ട് രാജപക്ഷ ഗവൺമെന്റ് അധികാരത്തിൽ നിന്ന് പുറത്താക്കിയപ്പോൾ പ്രതിസന്ധിയിലാവുമ്പോൾ രാജ്യങ്ങളെ സഹായിക്കുന്നതിൽ ഒരടിസ്ഥാനമുണ്ട്. പക്ഷേ കേരളം പോലുള്ളൊരു സംസ്ഥാനം, അതും സാമ്പത്തികമായി വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന കേരളം എന്തിന് 10 കോടി തുർക്കിക്ക് കൊടുത്തു എന്നുള്ളതാണ്. ഭാരതത്തിന്റെ കാര്യം മറുപടി വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞില്ല. ഇത് ചരിത്രാധികാരമായിട്ടുള്ള സംഭവം, അതിനെ വിമർശിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനെന്താ മറുപടി പറഞ്ഞു? ആ ചോദ്യം ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കാത്തതാണ്. ചോദിച്ചതിന് പേര് മറുപടി പറഞ്ഞു. ഇനിയും ഉണ്ടായാൽ 100 കണക്കിന് ഉദാഹരണം പറഞ്ഞു. കേരളത്തിൽ പ്രകൃതി ദുരന്തം എത്ര എണ്ണം ഉണ്ടായി? ഏതെല്ലാം നാട്ടിൽ നിന്ന് ഇവിടെ സഹായഹസ്തങ്ങൾ നീട്ടി? കേന്ദ്ര ഗവൺമെന്റ് വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ഇവിടെ എത്ര കോടി രൂപ കിട്ടിയോ? അതൊന്നും തുർക്കി ഗവൺമെന്റ് ഇങ്ങനെ ഈ രീതിയിൽ ഇന്ത്യ ഗവൺമെന്റിനോട് പെരുമാറുന്നതോടെ ഇതിനു മുമ്പ് എന്തെങ്കിലും നിങ്ങൾക്ക് തെളിവുണ്ടായിരുന്നോ? തുർക്കി എന്നല്ല, മനുഷ്യൻ എവിടെ ബുദ്ധിമുട്ടിയാലും തുർക്കിന്നോ ഇന്തോനേഷ്യ എന്നോ പാകിസ്ഥാനെന്നോ ഇന്ത്യ എന്നുള്ള വ്യത്യാസമില്ല.
പരസ്പരം മനുഷ്യ അങ്ങനെയാണ് നിങ്ങൾ ഐക്യരാഷ്ട്രസഭ ആദ്യം പിരിച്ചുകൂടെ? അല്ല, അങ്ങനെയാണെങ്കിൽ തായ്ലൻഡിന് കൊടുക്കണ്ടേ 10 കോടി? തായ്ലൻഡ് 10 കോടി കൊടുക്കണ്ടേ? എന്ത് കൊടുത്തില്ല? 10 രൂപ കൊടുക്കണ്ടേ? ലോകം മുഴുവനുള്ള രാജ്യങ്ങളിലേക്ക് സഹായം കൊടുക്കേണ്ടത് കേന്ദ്ര ഗവൺമെന്റ് മാത്രം ബാധ്യതയില്ല. തുർക്കിയിലെ സംഭവം എന്താ നിങ്ങൾക്ക് അറിയാമായിരുന്നോ? തുർക്കി ഗവൺമെന്റ് ലോകവ്യാപകമായിട്ട് സഹായങ്ങൾ അഭ്യർത്ഥിച്ചു. തീർച്ചയായിട്ടും പരസ്പര സ്നേഹവും സാഹോദര്യമുള്ള കേരളത്തിലെ ഒരു സർക്കാർ അവർക്ക് 10 കോടി രൂപ കൊടുത്തു. അതിനെ നിങ്ങൾ വിമർശിക്കുന്നത് ഭാരതം സഹായിച്ചു. റെജി ലൂക്കോസ്, ഭാരതം കേന്ദ്ര സർക്കാർ സഹായിച്ചു. കേരളം എന്തിന് 10 കോടി കൊടുത്തു എന്നുള്ളതാണ്. നമുക്ക് അതിനുള്ള പ്രാപ്തി ഉണ്ടോ? അനിൽ നമ്പ്യാർക്ക് എന്താ ബുദ്ധിമുട്ട്? അനിൽ നമ്പ്യാർ എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകന്റെ ഏറ്റവും മോശമായ രീതിയിലുള്ള മാനസികാവസ്ഥയിലേക്ക് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. എന്റെ നികുതി പണം കൂടിയാണ്. എന്റെ നികുതി പണം കൊടുത്തത് എന്റെ നികുതി പണം കൊടുത്തത് എന്റെ രാജ്യത്തെ നിസ്കരിക്കാനുള്ള ഒരു പാടക്കൊണ്ടെന്ന് പറഞ്ഞില്ലേ? അപ്പൊ നിങ്ങൾ എന്തിനാണ് ആ കാര്യം വെളിപ്പെടുത്തിയത്? ഇതല്ല ഇങ്ങനത്തെ എന്റെ നികുതി പണം പോയത് എന്റെ രാജ്യത്തെ ആക്രമിച്ച പാകിസ്ഥാന് പരസ്യമായി പിന്തുണ വാഗ്ദാനം ചെയ്ത തുർക്കിയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും എന്റെ രക്തം തിളക്കും. ഞാൻ ചോദിക്കും, എനിക്ക് ചോദിക്കാനുള്ള അവകാശമുണ്ട്. റെജി നിങ്ങൾ ചോദിക്കും. നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ ചോദിക്കുന്നത് ഉറപ്പായ കാര്യമാണ്. നിങ്ങളുടെ അങ്ങനത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ഞങ്ങൾ ആൻസർ ചെയ്തിട്ടുണ്ട്. കാരണം ഒരു അസംബന്ധമായ ക്വസ്റ്റ്യൻ അല്ലേ? എന്തിനാണ് നിങ്ങൾ പാകിസ്ഥാനിൽ ഇന്ത്യ ഗവൺമെന്റ് സഹായം കൊടുത്തത്? ഇന്ന് പാകിസ്ഥാനിലെ രാജ്യത്തിന് കഴിഞ്ഞ 75 വർഷമായിട്ട് ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണല്ലോ ഞാൻ പറഞ്ഞ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ രാജ്യങ്ങളെ സഹായിക്കും. പക്ഷേ ഈ കേരളത്തിന് എന്ത് കാര്യം? കേരളത്തിന് എന്ത് കാര്യം? ഇത് കേൾക്കൂ, താങ്കൾ തന്നെ പറയാനാണെന്നുണ്ടെങ്കിൽ ഐ വിൽ വിത്ഡ്രോ ഫ്രം ദിസ്. അല്ല, അത് നോക്കൂ അത് അല്ലത് നോക്കാനൊന്നുമല്ല. ഞാൻ എന്നെ ഇവിടെ വിളിച്ചിരുത്തിരിക്കുന്നത് ഞാനൊരു നല്ല ഡിബേറ്റാന്ന് ഓർത്തുകൊണ്ടാണ് വന്നത്. ഞാൻ പ്രിപ്പയർ ചെയ്തത്. താങ്കൾ ഉടനെ ഇത്തരം നോൺസെൻസ് ക്വസ്റ്റ്യൻസ്, ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നത് നിങ്ങൾ ബുദ്ധിമുട്ട് വിചാരിക്കരുത്. ഇതൊക്കെ എന്തൊരു ചോദ്യമാണ് ചോദിക്കുന്നത്? ഈ കേരളം എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടാകുമ്പോഴത്തേക്കും ശത്രുവിന്റെയും മറ്റവന്റെ നിറം നോക്കിയാണോ സഹായങ്ങൾ നേടുന്നത്? ജാതിയുടെ മതം നോക്കിയാണോ ഓരോരുത്തരെ കൈ പിടിച്ചോണ്ട് പോയി രക്ഷാമാർഗം നേടുന്നത്? എന്തൊരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നത്? അതുകൊണ്ടാണ് സത്യം പറയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ തായ്ലൻഡ് എന്തുകൊണ്ട് സഹായിച്ചില്ല? മറുപടി പറ. തായ്ലൻഡിനെ ഇരിക്കട്ടെ 10 കോടി. എണ്ണി പറഞ്ഞില്ലേ മറുപടി? തായ്ലൻഡിന് എന്തുകൊണ്ട് കൊടുത്തില്ല? അതിന് മറുപടി കിട്ടിയില്ലല്ലോ. നിരപരാധികളെ കൊന്നൊടുക്കുന്ന, തീവ്രവാദികളെ വിട്ട് നശിപ്പിക്കുന്ന, ഈ രാജ്യത്തെ പാവപ്പെട്ട മനുഷ്യരെ വെടിവെച്ച് കൊല്ലുന്ന ഈ പാകിസ്ഥാനിലെ ദുരന്ത സമയത്ത് കൊണ്ട് മറ്റു രാജ്യങ്ങളൊക്കെ അവിടെ എത്തുന്നതിന് മുമ്പേ കൊണ്ട് സഹായങ്ങൾ കൊടുത്ത് കോടിക്കണക്കിന് രൂപയുടെ അർത്ഥവുമായിട്ട് അവരെ സഹായിച്ചതിനാ ഞങ്ങൾ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? പാകിസ്ഥാനിലെ ജനങ്ങൾ മുഴുവനും ഈ ഇന്ത്യക്ക് എതിരാണോ? ഭരണകൂടമല്ലേ ഈ ഭീകരത കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ബംഗ്ലാദേശിന് ഉദാഹരണം, ശ്രീലങ്കയുടെ ഉദാഹരണം. വേണ്ടെന്നേ തായ്ലൻഡിൽ കൊടുത്തത് 6ഓളം ഫ്ലൈറ്റിൽ ഇന്ത്യ ആവശ്യമായിട്ടുള്ള വസ്തുക്കളായിട്ട് ലാൻഡ് ചെയ്തു. ഏതെങ്കിലും CPI അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ എന്തൊക്കെയാ ചോദ്യങ്ങൾ ചോദിച്ചോണ്ട്? ഇതൊക്കെ മനുഷ്യത്വരഹിതമായ ക്വസ്റ്റ്യൻ. അതാണ് ഇപ്പൊ ഈ സെലബിയ എന്ന് പറയുന്ന കമ്പനിയായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. ഞാനത് സ്റ്റഡി ചെയ്തിട്ട് തന്നെ ചർച്ചയ്ക്ക് നിങ്ങൾ അങ്ങനെ ചോദ്യങ്ങൾ തുർക്കിയിലെ ഞാൻ എങ്ങനെയാണ് നിങ്ങളുടെ കാര്യം ചോദിക്കട്ടെ? കേരളത്തിൽ നിന്ന് ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ തുർക്കിയിലേക്ക് പോകുന്ന ഏത് രാജ്യത്താണെന്ന് നമ്പേർക്കറിയോ? ഞാൻ അവിടെ യാത്ര ചെയ്തിട്ടുള്ള ആളാ. 2014 ഇന്ത്യ എന്നാണ് ആ രാജ്യത്തിന് ഏറ്റവും വലിയ വരുമാനം ഇപ്പോൾ ടൂറിസമാ. മനോഹരമായ രാജ്യ. ഹാഗിയ സോഫിയ ക്രിസ്ത്യൻ ചർച്ച് 1800 വർഷം പഴക്കമുള്ള ലോകത്തിലെ മനോഹരമായ ഗോത്തിക് കൾച്ചറിലുള്ള ഞാനും പോയിട്ടുണ്ട്. ചോദ്യങ്ങൾ ഈ വരാൻ പോണ ഞാൻ പറഞ്ഞില്ല നമ്പ്യാർ, ഇതൊരു സർഗാത്മക ചർച്ചയായിട്ട് പോകണമെന്നുള്ള ആഗ്രഹത്തിൽ ഞാൻ വളരെ ഹാപ്പി ആയിട്ടിരുന്ന ഒരാളല്ല. അതുകൊണ്ടാണ് ചർച്ചയ്ക്ക് തയ്യാറായത്. കേൾക്കൂ, ഈ പറയുന്ന ഹാഗിയ സോഫിയ പിന്നെ ക്രിസ്ത്യൻ ചർച്ച്, പൗരാണിക ചർച്ച്, അത് മുസ്ലിം ദേവാലയമായിട്ട് മാറ്റിയതാരെ ഈ പറയുന്ന എർദോഗാനെ കേവലം 6 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടുത്തെ ഒരു മുസ്ലിം ലീഗിന്റെ നേതാവ് അവിടെ പോയിട്ട് അത് ശരിയായെന്ന് പറഞ്ഞ് ചന്ദ്രിക ലേഖനം എഴുതി. എന്തെല്ലാം എതിർപ്പുകളുണ്ടായി. അതേ രാജ്യത്തേക്ക് ഇന്ത്യ ഗവൺമെന്റ് അങ്ങനെയാണ് ഇനി അവിടെ പോകണ്ട, നിങ്ങൾ ഇനി ആ രാജ്യത്തേക്കുള്ള ടൂറിസം നിരോധിക്കാന്ന് പറഞ്ഞോ? ഇല്ലല്ലോ. ആളുകൾ സ്വയം തീരുമാനം എടുത്തിരിക്കുക. രാജ്യത്ത് നിന്നുള്ള വിനോദസഞ്ചാരികൾ അവർ തീരുമാനിച്ചു ഞങ്ങൾ തുർക്കിയിലോട്ട് പോകുന്നില്ല, അവർ ബുക്കിംഗ് എല്ലാം ക്യാൻസൽ ചെയ്യാണ്. അതാണ് രാജ്യസ്നേഹം. നിങ്ങൾ നേരത്തെ ചോദിച്ചത് തുർക്കിക്ക് പണം കൊടുത്തത് എന്തിനാണ്? നമുക്കെതിരെ ഡ്രോൺ സഹായം നൽകിയതാണ് പാകിസ്ഥാൻ ചോദിച്ചില്ലേ? അങ്ങനെയാണ് നമ്മൾ എന്തിനാ ആ ചോദ്യം ചോദിച്ചത്? ഇന്ത്യ ഗവൺമെന്റ് നിരോധിക്കാൻ പറ്റില്ല. ഇതൊക്കെയാണോ നിങ്ങൾ അന്തർദേശീയ തലങ്ങളിലുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്നത്? ചുമ്മാ രാഷ്ട്രീയ ശത്രുതയുടെ പേര് ഇത്രയും നല്ല വിഷയത്തിൽ ഇങ്ങനെയൊക്കെ പറയരുത്. അതിനെ ഞാൻ ഇനിയും പറയാം. വേണമെങ്കിൽ ഒരു പുസ്തകം എഴുതാനുള്ള കഥകൾ എന്റെ പുറമെ ഞാൻ പറയാം. ഞാൻ തുർക്കി യാത്ര ചെയ്തിട്ടുണ്ട്. ഇവിടെയുള്ള മിക്കവരും ഇപ്പൊ കേരളത്തിൽ നിന്നും മലയാളികൾ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്ന 5 രാജ്യങ്ങളിൽ നിന്ന് തുർക്കിയാണ്. മനോഹരമായ രാജ്യ.
കാരണം അവിടെ എൻവയോൺമെന്റലായിട്ടുള്ള ഡിഫറെന്റ് ആണ്. പോകണ്ടെന്ന് അവർ സ്വയം തീരുമാനിച്ചാണ്, അല്ലാതെ കേന്ദ്ര സർക്കാർ വിലക്കിയതല്ല. സ്വയം തീരുമാനിച്ചു കേരള സർക്കാർ 10 ലക്ഷം കോടി രൂപ പാവങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ മുൻകൂട്ടി അറിഞ്ഞോ ഇന്ത്യയിലെ ഡ്രോൺ കൊണ്ടുപോയി ചെയ്യുന്നു. ഇപ്പൊ അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്ത്യ ഗവൺമെന്റ് വിലകിരുന്നില്ലേ 2002 ഈ പറഞ്ഞ എർദോഗന്റെ മകൾക്ക് 50% ബിസിനസ് പങ്കാളിത്തോണ്ട ഈ സെലബിയ എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിന് ഇന്ത്യയിലെ നിർണായകമായിട്ടുള്ള അന്തർദേശീയ വിമാനത്താവളങ്ങളിൽ കാർഗോ ഹാൻഡിൽ ചെയ്യാനും ഗ്രൗണ്ട് ഹാൻഡിലിംഗിനും കൊണ്ട് അനുമതി കൊടുത്തത്. നിങ്ങൾ എന്തുകൊണ്ട് അത് കൊടുത്തത്? നരേന്ദ്രമോദി അല്ല അനുമതി കൊടുത്തത്. നരേന്ദ്രമോദി സർക്കാർ 2002 പിന്നെ ആരാ ഭരിച്ചത് ഇവിടെ? 2002 നരേന്ദ്രമോദി അല്ല സാർ, 2008 അങ്ങനെയാണെങ്കിൽ കൂട്ടിക്കോ. നിങ്ങൾ 15 വർഷമായിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് ക്യാൻസൽ ചെയ്യായിരുന്നത്? ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ ഇപ്പോഴല്ലേ തനിനിറം മനസ്സിലായത്? ഇപ്പോഴല്ലേ തനിനിറം മനസ്സിലായത്? പഠിച്ചിട്ട് ചർച്ച വന്നിരിക്കുന്നത് എന്തൊക്കെയാ നിങ്ങൾ ഈ പറയുന്നത്? ഞാൻ വളരെ സൗമ്യമായിട്ട് സംസാരിക്കാൻ മന്ത്രാണ് ഈ ചർച്ചയിൽ. സൗമ്യമായി സംസാരിക്കാം. ഒരു മിനിറ്റ് റെജി, ഒരു മിനിറ്റ്. 2008-ലാണ് റെജി, തെറ്റിദ്ധരിപ്പിക്കരുത്. നിർണായകമായ ഒരു ഗ്രൗണ്ട് ഹാൻഡ്ലിംഗിന്റെ ലൈസൻസ് നിങ്ങൾ എന്തുകൊണ്ട് കൊടുത്തു? ഇപ്പൊ ഈ ബഹുമാനപ്പെട്ട മോഹൻ സാറിന് പിന്നെ തെളിവ് സഹിതം കൊടുത്തപ്പോഴല്ലേ മിനിറ്റുകൾക്കുള്ളിൽ അത് ക്യാൻസൽ ചെയ്ത്? ഈ രാജ്യത്ത് സംവിധാനം ഇല്ലായിരുന്നു. ഒരു ശത്രു രാജ്യത്തിന്റെ ഭരണാധികാരിയുടെ മകൾക്ക് ഇത് കൊടുത്തപ്പോൾ ഇനി ഇന്ത്യയിലേക്ക് വന്ന് ഡ്രോൺ ആയിരുന്നു അന്നത്തെ മൻമോഹൻ സിംഗ് ഗവൺമെന്റ് ആണ് സാർ ഇത് കൊടുത്തത്. അതെ സാർ, മൻമോഹൻ സിംഗ് സർക്കാർ കൊടുത്തത് നിങ്ങൾ എന്തുകൊണ്ട് ക്യാൻസൽ ചെയ്തില്ല? സാർ സിമ്പിൾ ക്വസ്റ്റ്യൻ. 2022 അല്ല, അതിന് മറുപടി യുവരാജ് പറയും. യുവരാജ് 2008 UPA സർക്കാരാണ് സെലബി ഓപ്പറേഷന് അനുമതി നൽകിയത്. റെജി ലൂക്കോസ് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അപ്പോൾ നോക്കൂ, ഇപ്പോൾ റെജി ചോദിക്കുന്നത് സെലബി അപകടകാരിയായിരുന്നു എന്ന് എന്തുകൊണ്ട് നിലവിലുള്ള കേന്ദ്ര സർക്കാർ തിരിച്ചറിഞ്ഞില്ല? അങ്ങനെയാണെങ്കിൽ നേരത്തെ നടപടി എടുക്കേണ്ടതായിരുന്നില്ലേ എന്നതാണ് ചോദ്യം. ശ്രീ റെജി ലൂക്കോസിൻ്റെ ചോദ്യം വളരെ ലോജിക്കലാണ്. അതിനകത്ത് എനിക്ക് എതിരഭിപ്രായമില്ല. ഒന്നെന്ന് പറയുന്നത്, തുർക്കി എന്ന് പറയുന്ന കമ്പനിക്ക് 2008 സെലബി എന്ന് പറയുന്ന കമ്പനിക്ക് 2008 ഈ പറയുന്ന പോലെ ഇന്ത്യയുടെ എയർപോർട്ടുകളുടെ ഗ്രൗണ്ട് ഹാൻഡ്ലിങ്ങിൻ്റെ കോൺട്രാക്റ്റ് കൊടുക്കുന്ന സാഹചര്യത്തിൽ നിന്ന് തുടങ്ങുന്നത്. നോക്കൂ, നമ്മുടെ രാജ്യത്തെ സംവിധാനം അനുസരിച്ചിട്ട് ഒരു കമ്പനിക്ക് ഒരു പർട്ടിക്കുലർ കോൺട്രാക്റ്റ് കൊടുക്കുന്നു, അവർക്ക് അതിനകത്ത് എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യുന്നു. പിന്നീട് ഈ പറയുന്ന പല ടെൻഡറുകളിലാകട്ടെ, പിന്നീട് ഈ പറയുന്ന പല എയർപോർട്ടുകളിലേക്കും ഇവർ പോകുന്ന സമയത്ത് ഏറ്റവും ചെറിയ എമൗണ്ടിന് അവർ ടെൻഡർ കോട്ട് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും അവരിലേക്ക് തന്നെ ഈ പറയുന്ന കോൺട്രാക്റ്റ് എത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവും. 2014 മുതൽ കംപ്ലീറ്റ് ചെയ്യട്ടെ. അതായത് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പേ സാറിന് ഞാൻ ഒരു പോയിന്റ്. അതായത് അന്നുള്ള ഇന്ത്യൻ എയർലൈൻസിന് എയർ ഇന്ത്യന് മനഃപൂർവ്വം കൊന്നു കുഴിച്ചുവിടാൻ വേണ്ടി അന്നത്തെ ഗവൺമെന്റ് എടുത്തൊരു തീരുമാനമായിരുന്നു. ആയിക്കോട്ടെ, അതായിക്കോട്ടെ, ഞാൻ അതിൻ്റെ അകത്ത് പൊളിറ്റിക്സിലേക്കല്ല പോകുന്നത്. നോക്കൂ, ഇത്തരം ഒരു വിഷയത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ആസ്പെക്ട് എന്ന് വേണം സംസാരിക്കുക. അതിനിപ്പോൾ UPA ഗവൺമെന്റ് ആണോ NDA ഗവൺമെന്റ് ആണോ, ദാറ്റ് സംതിങ് ഡിഫറെന്റ്. അപ്പോൾ 2008 അത്തരത്തിലൊരു സമാനമായിട്ടുള്ള യുദ്ധസമാനമായിട്ടുള്ള സാഹചര്യമോ തുർക്കിയുടെ അത്തരത്തിലുള്ള സാഹചര്യങ്ങളോ അല്ല. തീർച്ചയായിട്ടും തുർക്കി എന്ന് പറയുന്ന ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലപാടുകൾ എന്താണെന്നുള്ള കാര്യത്തെക്കുറിച്ച് കാലാകാലങ്ങളായിട്ട് നമുക്കറിയാം. പക്ഷേ അവരുമായിട്ട് ട്രേഡിൻ്റെ കാര്യത്തിൽ അത്തരത്തിലൊരു നിലപാടിലേക്ക് നമ്മൾ അന്ന് പോയിട്ടില്ല. നമ്മളത് ഇന്നും നമ്മൾ ഒഫീഷ്യലി അത്തരത്തിലൊരു നിലപാടിലേക്ക് നമ്മൾ പോയിട്ടില്ല. ഇപ്പോൾ തന്നെ ഞാനിപ്പോൾ ശ്രീ റെജി ലൂക്കോസ് കയറാൻ വൈകിയതുകൊണ്ടാണ് ഈ പറയുന്ന ട്രാവലേഴ്സിൻ്റെ ടൂറിസ്റ്റുകളുടെ കാര്യം ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു. $400 മില്യൺ ഇന്ത്യയിൽ നിന്നുള്ള ടൂറിസ്റ്റുകൾ തുർക്കിയിലേക്ക് പോകുമ്പോൾ അവിടെ കൊടുക്കുന്നത്. ഇപ്പോൾ നിങ്ങളത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ ശ്രീ റജി. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും 60% ഭാരതീയരും തുർക്കിയിലേക്ക് പോകുന്നതിനുള്ള അവരുടെ ട്രാവൽ പ്ലാൻസ് ക്യാൻസൽ ചെയ്യുകയോ ചേഞ്ച് ചെയ്യുകയോ ചെയ്യുന്ന വളരെ അഭിനന്ദനീയമായിട്ടുള്ളൊരു സാഹചര്യം നിലവിൽ ഡെവലപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ 2014 മുതൽ 2025 വരെ തുർക്കിയോട് ഭാരതത്തിലെ ജനങ്ങൾക്കുണ്ടായിരുന്നിട്ടുള്ള ഒരു നിലപാടല്ല നിലവിൽ ഇപ്പോൾ ഭാരതത്തിലെ ജനങ്ങൾക്ക് ഭാരതത്തിന് തുർക്കി എന്ന് പറയുന്ന രാജ്യത്തോടുള്ള അതൊരുപാട് ചേഞ്ച് ആകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇന്ത്യ ഗവൺമെൻറ് അത്തരത്തിൽ ഒഫീഷ്യലി ഒരു നിലപാടെന്താണ്, ഓക്കെ നിങ്ങളെന്ന് പറയുന്ന ഒരു കമ്പനി ഇവിടെ കോട്ട് ചെയ്യാൻ പാടില്ല, നിങ്ങളൊരു ടെൻഡറിൽ പങ്കെടുക്കാൻ പാടില്ല എന്നൊക്കെ ഉള്ളൊരു നിലപാടിലേക്ക് വരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ക്ലിയർ കട്ടായിട്ടുള്ള ഒരു ഒരു സെക്യൂരിറ്റി ഇഷ്യൂ അവരുടെ ശ്രദ്ധയിൽ പെടണം.
നിലവിലെ സാഹചര്യത്തിൽ അത്തരത്തിലൊരു ഓപ്പൺ സാഹചര്യത്തിലേക്ക് അവർ പോയിട്ടില്ല. പക്ഷെ അവരെ കാലാകാലങ്ങളിൽ ഇവിടെ അത്തരത്തിലുള്ള ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ള മേഖലകളിൽ തുടരാൻ അനുവദിക്കുന്നത് അത്ര നല്ലതാണ് എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. പക്ഷേ അവരുടെ ഭാഗത്തു നിന്ന് ഒരു ഫ്ലോ ഉണ്ടായിട്ടുണ്ടാവില്ല എന്നുള്ളത് കൊണ്ടാണല്ലോ അവരെ തീർച്ചയായിട്ടും അവിടെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അനുവദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സാഹചര്യം എന്ന് പറയുന്നത് മറ്റൊന്നാണ്. ഇനി അങ്ങ് പറഞ്ഞ ഒരു കാര്യം, ഇപ്പോൾ ശരിയാണ്, നമ്മളിപ്പോൾ ഒരു ലോകത്തിൻ്റെ രാജ്യങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ അപകടം ഉണ്ടാകുന്ന സമയത്ത് മനുഷ്യരെ തീർച്ചയായിട്ടും മനുഷ്യരെ സഹായിക്കുന്ന സാഹചര്യം ഉണ്ടാവും. ഇപ്പോൾ ഓപ്പറേഷൻ ദോസ്ത് എന്ന് പറയുന്ന ഒരു മിഷൻ ഇന്ത്യ റൺ ചെയ്തിരുന്നു തുർക്കിയിൽ. ഈ പറയുന്ന ഭൂകമ്പം ഉണ്ടാകുന്ന സമയത്ത് അത് തുർക്കിയിൽ മാത്രമല്ല, ഇപ്പം നേപ്പാളിൽ ഉണ്ടാകുന്ന സമയത്തും ഇന്ത്യ ഗവൺമെൻറ് അവിടെ സഹായിക്കാൻ വേണ്ടിയിട്ട് എത്തുന്നുണ്ട്. ഇപ്പോൾ പാകിസ്ഥാനിലുണ്ടായ സമയത്തും ഇന്ത്യ ഗവൺമെൻറ് അവിടെ സഹായിക്കാൻ വേണ്ടിയിട്ട് എത്തുന്നുണ്ട്. ഇനി നാളെ ചൈനയിലൊരു വിഷയം ഉണ്ടായിരുന്നാലും ശരി തന്നെയാണ്, ഇത്തരത്തിലൊരു വലിയ നാച്ചുറൽ കലാമിറ്റി ഉണ്ടായിരുന്നാലും തീർച്ചയായിട്ടും ഇന്ത്യ ഗവൺമെൻറ് അവിടെ എത്തും. പക്ഷേ സ്വാഭാവികമായിട്ട് കേരളത്തോട് ആ ചോദ്യം സ്പെഷ്യലായിട്ട് വരുന്നതിനൊരു റീസൺ ഉണ്ട്. ആ റീസൺ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഇത്രയും സംസ്ഥാനങ്ങളുണ്ടായിട്ട് മറ്റു സംസ്ഥാനങ്ങൾ ആരും തന്നെ ഈ പറയുന്ന തുർക്കിയിലേക്ക് ഓടാൻ നിൽക്കാത്ത സമയത്ത് കേരളത്തിന് മാത്രം തുർക്കിയോട് എന്താണ്, അല്ലെങ്കിൽ കേരളത്തിലെ ഗവൺമെൻറ്റിന് മാത്രം എന്താണ് തുർക്കിയോട് അത്രയ്ക്കൊരു താല്പര്യം ഉണ്ടാകുന്നത് എന്നുള്ളത് ഒരു ക്യൂരിയോസിറ്റിയാണ്. ആ ക്യൂരിയോസിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ ഏതെങ്കിലും ആരെങ്കിലും അപ്പീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും റീസൺ ആണോ എന്നുള്ള കാര്യം തീർച്ചയായിട്ടും അറിയാൻ വേണ്ടിയിട്ടൊരു ഇതുണ്ടോ. ഇപ്പോൾ 2022 നൈജീരിയയിൽ ഫ്ലഡ് ഉണ്ടായിട്ടുണ്ട്. നൈജീരിയയിൽ ഫ്ലഡ് ഉണ്ടായി എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, അവിടെ ഏതാണ്ട് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം 82,00,000 വീടുകൾക്കാണ് ഡാമേജ് ഉണ്ടായിരിക്കുന്നത്. അത്രയധികം ആൾക്കാരെ അഫക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഫ്ലഡ് ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇന്ത്യ സഹായിച്ചിട്ടുണ്ട്. എന്തായിരുന്നു അപ്പോൾ കേരളം സഹായിക്കാതെ ഇരുന്നത് എന്നുള്ളൊരു ചോദ്യമല്ലേ. 2023 തുർക്കിയിൽ ഭൂകമ്പം ഉണ്ടായിട്ടുള്ളത്, 2022 നൈജീരിയയിൽ. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ട് കേരളത്തിലെ ജനങ്ങൾ എന്നുള്ള നിലയിൽ നമുക്ക് ആ വിഷയത്തിലൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവില്ലേ. ഇനി അങ്ങ് പറഞ്ഞു എന്താണ് മനുഷ്യനെ സഹായിക്കണം, ലോകത്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ അപകടം ഉണ്ടാകുമ്പോൾ മനുഷ്യനെ സഹായിക്കണം. തീർച്ചയായിട്ടും സഹായിക്കണം സാർ, യാതൊരു എതിരഭിപ്രായവും നമുക്കില്ല. ഈ കോവിഡിൻ്റെ സമയത്ത് വാക്സിൻ ഡിപ്ലോമസി നമ്മൾ തുടങ്ങി. ലോകത്ത് ചില രാജ്യങ്ങൾ വിശേഷിപ്പിച്ചത് ചൈന അസുഖത്തിന് എക്സ്പോർട്ട് ചെയ്തപ്പോൾ ഇന്ത്യ ഈസ് ഹീലിംഗ് ഇറ്റ് എന്നാണ് പറഞ്ഞത് അല്ലേ. ചൈന രോഗം വ്യാപിപ്പിക്കുന്നു, ഇന്ത്യ അതിനെ സുഖപ്പെടുത്തുന്നു എന്നുള്ള നിലയിലാണ് പറഞ്ഞത്. ആ സമയത്ത് പ്രതിപക്ഷത്തിൻ്റെ സ്റ്റാൻഡ് എന്തായിരുന്നു? BBC ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തത് ദ ഒപ്പോസിഷൻ പാർട്ടീസ് ആർ കോളിംഗ് ഇറ്റ് എ സ്കാം എന്ന് വിളിക്കുന്നു എന്നാണ്, അതിന് അഴിമതി എന്ന് വിളിക്കുന്നതാണ്. ഇതിനെ നമ്മുടെ വാക്സിൻ ഡിപ്ലോമസിയെ ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യങ്ങളിൽ, ആഫ്രിക്കയിൽ ഉൾപ്പെടെ ഏറ്റവും ദുർബലരായ ജനതയെ നമ്മൾ ചേർത്ത് പിടിക്കുമ്പോൾ, നമ്മൾ കൂടെ നിർത്തുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന സമയത്ത് നിങ്ങൾ പ്രതിപക്ഷ പാർട്ടികൾ എടുത്തിരുന്ന നിലപാട് എന്താണ് എന്നുള്ള കാര്യം കൂടി നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. അതിനുശേഷം മാത്രം ഈ സെലക്റ്റീവായിട്ടുള്ള മനുഷ്യസ്നേഹത്തെക്കുറിച്ചിട്ട് നിങ്ങളെപ്പോലുള്ളവർ പറയുന്നതായിരിക്കും ശരി എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇപ്പം നിങ്ങൾ കൊടുത്തതിനൊന്നും നമുക്ക് കുഴപ്പമൊന്നുമില്ല. ശരിയാണ്, 10,000-50,000 പേര് അവിടെ മരിച്ചു പോയിട്ടുള്ള ഒരു വലിയ ഭൂകമ്പം തന്നെയാണ് നടന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള കലാമിറ്റീസ് ലോകത്ത് എല്ലാ ഭാഗത്തും നടക്കുന്നുണ്ട് സാർ, തുർക്കിയിൽ മാത്രമല്ല എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഒരു മറുപടി പറഞ്ഞോട്ടെ, ഒരു വാചകത്തിൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് പിന്നു ഞാൻ പറഞ്ഞത് തന്നെ ആവർത്തിച്ച, പിന്നെ അദ്ദേഹം പറയാൻ നിർബന്ധനാണ് ചില കാര്യങ്ങൾ പറഞ്ഞത്. ശ്രദ്ധിക്കൂ പ്ലീസ് ലിസൺ മീ 1 minute. സുഡാൻ എന്ന് പറയുന്ന രാജ്യമുണ്ട്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മുസ്ലിം തീവ്രവാദികൾ ഉത്പാദിപ്പിക്കുന്ന 2ാമത്തെ രാജ്യമാണ് സുഡാൻ. സുഡാനിൽ 2 രീതിയിലുള്ള ഫൈറ്റ് ഉണ്ട്, അത് എന്നേക്കാൾ നിങ്ങൾക്കറിയാം. സൊമാലിയ, ഈ സുഡാനിലും സൊമാലിയയിലും ഇപ്പോഴും നമ്മുടെ പീസ് കീപ്പിംഗ് ഫോഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇന്ത്യയുടെ ഐക്യരാഷ്ട്രസഭയുടെ ഭാഗമായിട്ട് നമ്മുടെ പാലസ്തീനിലുണ്ട്. ഇനി ഞാൻ ചോദിക്കാൻ കാരണം, IS തീവ്രവാദികള് ഈ പറയുന്ന അസിറിയൻ ക്രിസ്ത്യൻസിനെയും നിരപരാധികളെ കഴുത്തറുത്ത് കൊന്ന് ചോരപ്പുഴ ഒഴുക്കിയപ്പോൾ ഇന്ത്യക്കാരനെ കൂടെ കൊല്ലാത്ത എന്താണെന്ന് ചോദിച്ച സുഡാനിലെ ഒരു വിമത ഭരണകൂടം ഉണ്ടല്ലോ. അവിടെ പീസ് കീപ്പിംഗ് ഫോഴ്സ് ആയിട്ട് രാജ്യം പോകുന്നുണ്ട്. അതാണ് ഇന്ത്യ ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ മെസ്സേജ്. അതാണ്, എവിടെ ദുരന്തം ഉണ്ടെങ്കിൽ അവിടെ ഇന്ത്യ ഉണ്ട്. ഇന്ത്യ ഒരു സമാധാനകാംക്ഷ രാജ്യമാണ്. അതിനൊരു മറുപടിയല്ലേ പാകിസ്ഥാൻ കായും കാലും പിടിച്ചു വന്ന് അവന്റെ നട്ടലൊടിച്ചപ്പോൾ 48 മണിക്കൂറോട് അവന്റെ നട്ടലൊടിച്ചപ്പോൾ, അവന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിൽ 20% താഴ്ത്തപ്പോൾ, അവന്റെ വ്യോമ വിമാനത്താവളങ്ങൾ 32% താഴ്ത്തപ്പോൾ എങ്ങനെയെങ്കിലും നിർത്തി തരണമെന്ന് ചോദിച്ചപ്പോൾ ഇന്ത്യ അത് അംഗീകരിച്ച എന്താ കാരണം? നമ്മൾ ഒരിക്കലും അങ്ങോട്ട് യുദ്ധത്തിന് പോകാത്തൊരു രാജ്യമാണ്. നമ്മുടെ സ്റ്റാൻഡ് അതാ. അപ്പൊ നിങ്ങൾ ഈ പറയുന്ന ലോജിക്ക് അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കേരള ഗവൺമെന്റ് എടുത്ത നടപടി ഏറ്റവും വലിയ ഉത്തരവാദിത്തമില്ലായ്മയാണല്ലോ. അങ്ങനെയല്ല നമ്മളൊരു വിഷയത്തെ കാണുന്നത്. ഇവിടെ ഈ വിഷയമായിട്ടാണ് ലൊക്കേറ്റ് ചെയ്യേണ്ടത്. നമ്മുടെ ചർച്ച എന്താ വിഷയം? അപ്പൊ ഞാൻ ഉദാഹരണം പറയാം. കാശ്മീരിലും ഗുജറാത്തിലും രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ മാലപ്പടക്കം പോലെ വന്ന ഈ ഡ്രോൺസ്, ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ഡ്രോൺസ് എന്ന് പറയുന്നത് തുർക്കിയിൽ. അത് ആരാ ഉണ്ടാക്കുന്നത്? ഈ പറയുന്ന എർദോഗാന്റെ മകളുടെ ഹസ്ബൻഡാ പാകിസ്ഥാനെ കൊടുത്തത് ആണല്ലോ. അത് തുർക്കിയുടേതാണെന്നുള്ള ഈ സാധനം വിക്ഷേപിക്കുന്നതിന് മുമ്പ് കിട്ടിയ കണ്ടുപിടിച്ച് അത് നിങ്ങൾക്കറിയാമോ? ഇനി അങ്ങോട്ടൊന്ന് ചർച്ച കൊണ്ടുവരും. ഞാൻ പറയാം,
പാകിസ്ഥാൻ ഏറ്റവും കൂടുതൽ ആധുനിക രീതിയിലുള്ള ഡ്രോൺസ് കൊടുക്കുന്നത് തുർക്കിയിൽ നിന്നാണെന്നുള്ളൊരു എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള വാർത്തകൾ മാസങ്ങൾക്ക് മുമ്പേ വന്നിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് പിന്നെ നമ്മൾ അതെല്ലാം അറിഞ്ഞിട്ട് ഈ സ്ഥാപനത്തിനെ പിന്തുണച്ചുകൊണ്ടിരുന്നത്? അവിടെ ഞാൻ പറഞ്ഞ ഒരു കാര്യത്തിനോട് ഞാൻ യോജിക്കുക. അവരുടെ ഭാഗത്തുനിന്ന് നമുക്ക് രാജ്യവിരുദ്ധമായി ഒന്നും സംഭവിക്കാത്ത സ്ഥിതിക്ക് ഇന്റർനാഷണൽ ആയിട്ടുള്ള ചില കാര്യങ്ങളെ നോക്കുമ്പോഴത്തേക്ക് അതിന് അവർക്ക് നിരോധനം ഏർപ്പെടുത്തില്ല എന്നുകൊണ്ട് ഞാൻ പക്ഷെ വാദത്തിനോട് യോജിക്കാം. അപ്പൊ മറുചോദ്യം ഇതാണ്, ആ ചോദ്യം ചോദിക്കാനുള്ള അവകാശം ഞങ്ങൾക്കില്ലേ? അപ്പൊ നമ്മൾ ഇതല്ല ചർച്ച ചെയ്യപ്പെടുന്നത്. ഇപ്പൊ എന്തായാലും ആ സ്ഥാപനത്തിനെ ഇവിടുന്ന് മാറ്റി. ചോദ്യം ഒന്നേ ഉള്ളൂ, ഈ ഗവൺമെന്റിന്റെ ബലഹീനത കൊണ്ട് സെലിബിയുടെ ഓഫീസ് ഇപ്പോഴും കണ്ണൂർ വിമാനത്താവളത്തിലുണ്ട്. സാർ ഒരു മിനിറ്റ് സാർ എന്നെ ഒന്ന് പറയാൻ വിടും ഒരു മിനിറ്റ്. ഞാൻ ഒറ്റയ്ക്ക് അതിനകത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. സാർ രജി സാർ, ഞാനൊരു ഇൻഫർമേഷൻ തരാൻ വേണ്ടി പറഞ്ഞു, അല്ലാണ്ട് എതിർക്കാനല്ല സാർ. അതായത് കണ്ണൂർ എയർപോർട്ടില് സാർ പിന്നെ ഇത് 2018 ഈ സംഭവം തുടങ്ങിയത്. കണ്ണൂർ എയർപോർട്ട് ഉദ്ഘാടനം ചെയ്തത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പീയൂഷ് ഗോയലും കേന്ദ്രമന്ത്രിയും ഒക്കെ വന്ന് ഞാനും ഒക്കെ ഉണ്ടായിരുന്നു. ഇനാഗുറേഷന് മുമ്പിൽ നിന്ന് ഇനാഗുറേഷൻ ഒക്കെ ചെയ്തു, സന്തോഷമായി ചായ കുടിച്ച് പിരിഞ്ഞു. അപ്പം ആ സമയത്ത് ഈ സെലിബിക്ക് അവിടെ ഒരു ഓഫീസ് ഇട്ടു. ഓഫീസ് ഇട്ടിട്ട് ഗോ എയർവേസിന്റെ സർവീസ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ഈ പിന്നെ സെലിബി എല്ലാം ഫൈൽ ചെയ്തു, റേറ്റ് ഫിക്സ് ചെയ്തു. രജി സാർ നല്ലോണം കേൾക്കണം. ഞാനത് 24 മണിക്കൂർ കൊണ്ട് ഞാനത് എന്റെ എഫേർട്ട് എടുത്തു. എന്റെ മാനേജ്മെന്റ് അന്ന് എനിക്ക് വളരെ സപ്പോർട്ട് ചെയ്തു. പിന്നെ ഞങ്ങളുടെ പിന്നെ CEO, എന്റെ GM എല്ലാം കൂടെ നിന്ന് എന്നെ കൊണ്ട് അത് എന്ത് എന്ന് വെച്ചാല് അത്രയും വലിയ ഹെർക്കുലിയൻ ടാസ്ക് എടുത്ത് 24 മണിക്കൂറിനകം ഞാൻ ആ കമ്പനി അവിടുന്ന് പൂട്ടിച്ചു കഴിഞ്ഞിട്ടും അവിടെ ഒരു ബിസിനസ്സും ഇല്ല. അവരുടെ എക്യുപ്മെന്റ്സ് അവിടെ ഒരു എത്രയോ കോടി, 250 കോടി 300 കോടി രൂപയുടെ എക്യുപ്മെന്റ്സ് അതിനകത്തുണ്ടായിരുന്നു. ആ എക്യുപ്മെന്റ്സ് മൊത്തം അവർ മാറ്റി സാർ. ഇപ്പം കണ്ണൂർ എയർപോർട്ടിൽ അവരൊരു ഓഫീസ് തുറന്നിട്ടിരിക്കുന്നു 7 വർഷമായിട്ട് സാർ. ഒരു സ്റ്റാഫിനോ അല്ലെങ്കിൽ 2 സ്റ്റാഫിനോ അല്ലെങ്കിൽ അത് 24 hour ആണ് എപ്പോഴും എയർപോർട്ടിൽ, അറിയാമല്ലോ, പോലീസ് സ്റ്റേഷൻ പോലെ. അപ്പം ഒരു മിനിറ്റ് സാർ, ഈ കണ്ണൂർ എയർപോർട്ടിൽ 2 സ്റ്റാഫിനെ വെച്ച് മാസം വാടകയും കൊടുത്ത് കറണ്ട് ബില്ലും കൊടുത്ത് ശമ്പളവും കൊടുത്ത് കണ്ണൂർ എയർപോർട്ടിൽ ഒരു ഓഫീസും തുറന്നിട്ട് അവിടെ ഇരിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവില്ലേ? അത് നമ്മുടെ നാവൽ അക്കാഡമിയാണ് സാർ. അത് അവിടെ വരുന്ന നാവിക രഹസ്യങ്ങള്, നമ്മളുടെ സേനാ രഹസ്യങ്ങൾ മൊത്തം ചോർത്തി നമ്മളെ കൂത്തുവളടിപ്പിച്ചു സാർ. ഇന്നലെ ഈ പ്രശ്നം വന്നേ പിന്നെയാണ് സാർ, ഇന്നലെ അവിടെ ജോലി ചെയ്യുന്നവരുടെ ഐഡന്റിറ്റി കാർഡ് എയർപോർട്ടിൽ സറണ്ടർ ചെയ്തു. അവിടെ ഓഫീസ് ഇനി ഫർദർ നോട്ടീസ് ഉണ്ടാവുന്നത് വരെ തുറക്കാൻ പാടില്ലെന്ന് അവരുടെ കൈ കൊടുത്ത് ഇന്നലെയാണ് അത് പൂട്ടിച്ചത് സാർ. 7 വർഷമായിട്ട്. സാർ ഒരു മറുപടി പറയാം, ദയവായിട്ട് ശ്രദ്ധിക്കണം. കാര്യം അല്ല സാർ, ഒന്നുകൂടെ സാറത്തെ പറഞ്ഞല്ലോ സാർ, അതിന്റെ നിയന്ത്രണം ആർക്കാ സാറേ? ഇന്ത്യയിലെ ചെറുതും വലുതുമായിട്ടുള്ള എയർ സ്ട്രിപ്പേഴ്സ് ആയിട്ടുള്ളതിന്റെ കംപ്ലീറ്റ് സിവിൽ ഏവിയേഷൻ വകുപ്പിലാണ്. അത് ഗവൺമെന്റ്, ഒരു സംസ്ഥാന ഗവൺമെന്റ് ഇതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല. കോവിഡ് കാലത്ത് സാർ ശ്രദ്ധിക്കും, ഒരു മിനിറ്റ് ചർച്ച എങ്ങനെയാ? കോവിഡ് കാലത്ത് ഈ രാജ്യത്തെ മുഴുവൻ എയർപ്ലെയിനും ലാൻഡ് ചെയ്തു. ആ സമയത്ത് ഒരു എയർ കാർഗോ പിന്നെ മൂവ്മെന്റോ അല്ലെങ്കിൽ ഗ്രൗണ്ട് ക്ലിയറൻസ് മൂവ്മെന്റ് രാജ്യം നടത്തില്ല. 3 ഇരട്ടി പൈസ വെച്ചാണ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ഇവർക്ക് പൈസ കൊടുത്തിരുന്നത്. എന്തിന്റെ പേരില്ല? ഇതാ എന്റെ ഉണ്ടായിരുന്നു തെളിവ്. എന്തിനാ അങ്ങനെ കൊടുത്തത്? ഇവരെന്ത് ജോലി ചെയ്തു? പറഞ്ഞോളൂ സാറേ പ്ലീസ്. സാർ ഞാൻ പറയാമോ? ഇപ്പൊ കേരളത്തിൽ സാറ് പറഞ്ഞത് സാറിന് ചിലപ്പോ ആ കാര്യത്തിൽ അറിയാം. സാറ് പറഞ്ഞത് ശരിയാണ്. ആ സിവിൽ ഏവിയേഷൻ ഡിപ്പാർട്ട്മെന്റിന് തന്നെയാണ് അതിന്റെ ചുമതല. അത് പക്ഷേ അല്ല സാർ, അതെ സാർ ഞാൻ ഇതൊക്കെ 33 വർഷമായി പണിയെടുത്തല്ലേ. പക്ഷേ കേരളത്തിൽ ഒരു ചെറിയൊരു പ്രത്യേകത ഉണ്ട് സാർ. അതുകൊണ്ടാണ് ഞാൻ ആ കാര്യം സാറിന്റെ അറിവിലേക്ക് പറയുന്നു. കേരളത്തിൽ കണ്ണൂർ എയർപോർട്ടും കൊച്ചി എയർപോർട്ടും ഈ എയർപോർട്ട് അതോറിറ്റിയുടെ ചുമതലയിലല്ല. അത് കേന്ദ്ര ഗവൺമെന്റിന്റെ നിരീക്ഷണത്തിലാണെങ്കിലും കിയാല് കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡും അത് കേരള ഗവൺമെന്റിന്റെയും പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ ഉണ്ടാക്കുന്ന 2 സ്ഥാപനങ്ങളാണ് സാർ. ഇതിന് കേന്ദ്ര ഗവൺമെന്റ് ഒരു മിനിറ്റ് സാർ ക്ലാരിഫൈ ചെയ്യട്ടെ. അതേ ഈ ഫീൽഡിൽ പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്, താങ്കളെക്കാളും അറിവുണ്ട്. പറയരുത്
ഗ്രൗണ്ട് ഹാൻഡ്ലിങ്ങും കാർഗോ ഹാൻഡ്ലിംഗ് ഉൾപ്പെടെയുള്ള ഫ്ലൈറ്റിന്റെയും ആ എയർപോർട്ടിന്റെ ഇൻസൈഡിലുള്ള മുഴുവൻ ചുമതലയും എയർപോർട്ട് ഓഫ് ഇന്ത്യ അതോറിറ്റിയുടെയാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും പാർട്ണർഷിപ്പിൽ ഉണ്ടാകാം. സിവിൽ ഏവിയേഷൻ രംഗത്ത് പ്രവർത്തിച്ചൊരു വ്യക്തിയല്ലേ, അദ്ദേഹം പറയുന്നത് കേൾക്കുന്നേ, ഒരു സമയം കൊടുക്കൂ. 10-30 വർഷം അവിടെ ജോലി ചെയ്തിട്ട് ഇങ്ങനത്തെ കാര്യം പറയുമ്പോൾ നമ്മളെങ്ങനെ ഒരു മിനിറ്റ് സാറേ, ഞാൻ ഈ സ്ഥാപനം അവിടെ എടുക്കണമെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് ലൈസൻസ് ഇല്ലാത്തൊരു സ്ഥാപനത്തിന് വർക്ക് ചെയ്യാൻ പറ്റുമോ? പറ്റൂല സാർ. അതാണ് ഞാൻ പറഞ്ഞത്. കേരള ഗവൺമെന്റ് അതിനകത്ത് അല്ലല്ല, എന്നെ പറയാൻ അനുവദിക്കണം. അതായത് ബാക്കി എല്ലാ എയർപോർട്ടും പ്രൈവറ്റ് പബ്ലിക് പാർട്ടിസിപ്പേഷൻ ഉള്ള 2 എയർപോർട്ട് കേരളത്തില്, പിന്നെ ഒന്ന് കണ്ണൂരും ഒന്ന് കോഴിക്കോടുമാണ്. ഈ കോഴിക്കോടല്ല, കൊച്ചി. ഒരു മിനിറ്റ്. സാർ ഒരു മിനിറ്റ്. അദാനിക്ക് റെജി ലൂക്കോസ് അദ്ദേഹം പറയട്ടെ, അദ്ദേഹം പറഞ്ഞ ശേഷം ഞാൻ സമയം തരാം. റെജി ഒന്ന് പറയട്ടെ, അദ്ദേഹം പറയട്ടെ പ്ലീസ്. ഒരു മിനിറ്റ്. അദാനിക്ക് ഇന്ത്യയിൽ 7 എയർപോർട്ട് ഉണ്ട്. ഈ 7 എയർപോർട്ടിൽ ആരൊക്കെ വർക്ക് ചെയ്യണം എന്നുള്ളത് പറയുന്നത് സാർ. ആരൊക്കെ വർക്ക് ചെയ്യണം അദാനിക്കാണോ അവിടുത്തെ സെക്യൂരിറ്റിയുടെയും മറ്റുള്ള കാര്യങ്ങളും? റെജി അദ്ദേഹം പറയട്ടെ പ്ലീസ്, അദ്ദേഹം പറയട്ടെ. സാർ മാൻഡേറ്ററി കാര്യമുണ്ട്. അതായത് സെക്യൂരിറ്റി, അതായത് CISF, എമിഗ്രേഷൻസ്, അത് നമ്മുടെ വകുപ്പ്, കസ്റ്റംസ്, ഇതൊക്കെ ഗവൺമെന്റ് തന്നെയാണ്. കേന്ദ്ര ഗവൺമെന്റിന് നേരിട്ടുള്ള കീഴാണ്, ഒരു വ്യത്യാസമില്ല. പക്ഷേ അദാനിക്ക് തീരുമാനിക്കാം അവിടെ ആര് ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ചെയ്യണം. അത് കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിക്കാൻ പറ്റില്ല സാർ. അപ്പൊ കണ്ണൂരും കൊച്ചിയിൽ സാർ, ഒരു മിനിറ്റ് സാർ, എന്നെ സാർ അറിയില്ലെങ്കിൽ അറിയില്ലെന്ന് പറയണം. പക്ഷേ കണ്ണൂരും സംസാരിക്കുന്നത് സാർ, ഞാൻ കേരള ഗവൺമെന്റിനെതിരെ കേരള ഗവൺമെന്റിനെതിരെ 2018 കേരള ഹൈക്കോടതിയിൽ കേസ് കൊടുത്തിട്ട് സാറ്റ് എന്ന് പറഞ്ഞ ഒരു കമ്പനിക്ക് കൊടുത്ത കരാറ് ക്യാൻസൽ ചെയ്തിട്ട് എയർ ഇന്ത്യക്ക് ഞാൻ എടുത്തു കൊടുക്കാനാണ് സാർ. ഞാൻ എന്റെ സ്വന്തം കാശ് മുടക്കി കേരള ഹൈക്കോടതിയിൽ ഇന്നും റെക്കോർഡുണ്ട്. ആരെന്ന് ചോദിച്ചു, അന്നത്തെ കണ്ണൂർ എയർപോർട്ടിലെ ചെയർമാൻ തുളസീദാസ് ആയിരുന്നു. തുളസീദാസ് എന്റെ പഴയ ചെയർമാനായിരുന്നു എയർ ഇന്ത്യയുടെ. പക്ഷെ അവരത് ചെയ്തത് നീതികേടാണെന്ന് മനസ്സിലായി. അവർ ഇല്ലീഗലായിട്ട് കൊടുത്തു. ഞാനത് കേസ് കൊടുത്ത് കോടതിയിൽ കേസ് കൊടുത്ത് കേരള ഹൈക്കോടതിയിൽ റിട്ട് ഫയൽ ചെയ്തിട്ട് ക്യാൻസൽ ചെയ്തിട്ടാണ് ഈ സാറ്റ്സിനെ കണ്ണൂരിൽ നിന്ന് ഒഴിവാക്കിയിട്ട് എയർ ഇന്ത്യ ATS അല്ല ഞാൻ കണ്ണൂർ കൊണ്ടുവന്നത്. ഇത് ഞാൻ ഇന്നും അഭിമാനിക്കുന്നു ആസ് ആൻ ഇന്ത്യൻ. പക്ഷെ ഒരു കാര്യമുണ്ട്, അന്ന് ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഞാൻ പല പ്രാവശ്യം ഞാൻ നേരിട്ട് പോയി കണ്ടിരുന്നു. ഞങ്ങൾ ഒരുപാട് മീറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ജോൺ ബ്രിട്ടാസും ഞാനും ഒക്കെ ആയിട്ട് ഡൽഹിയിലും കേരള ഹൗസിലും പല സ്ഥലത്തും ചെയ്തു. അന്ന് റിക്വസ്റ്റ് ചെയ്തു. അന്നിരുന്ന് എനിക്ക് ആരും ഒരു സപ്പോർട്ട് ചെയ്തില്ല. പക്ഷെ കോടതിയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരുമ്പം ഇത് അവർക്ക് ചെവിക്കൊള്ളേണ്ടി വന്നു. വേണമെങ്കിൽ കേരള ഗവൺമെന്റ് സംസാരം ഉണ്ടെങ്കിൽ ആരൊക്കെ അന്വേഷിച്ച് ചോദിക്കോ. ഗവൺമെന്റ് റെക്കോർഡിലുണ്ടല്ലോ. ഞാനാണ് കേസ് കൊടുത്തത്. ആ കേസ് കൊടുത്ത എന്റെ പേരിലല്ല, എയർ ഇന്ത്യ എംപ്ലോയീസ് യൂണിയൻ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഒരു ഇടതുപക്ഷ യൂണിയൻ ഉണ്ട്. ആ യൂണിയനാണ് കേസ് കൊടുത്തത്. അതിന് ഞാനാണ് പോയത്. കൊച്ചി എയർപോർട്ടിൽ കൊടുത്തത്. പഴയ സഖാവാണ് റെജി ലൂക്കോസേ. അതെ 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 സാറ് പഴയ സഖാവാ, ഇപ്പോഴാ മാറിയത്. അയ്യോ, ഞാനങ്ങനെ ഇല്ല ഞാൻ മാറിയില്ല സാർ. തെറ്റ് ചെയ്താൽ എന്റെ അച്ഛൻ തെറ്റ് ചെയ്താൽ തെറ്റെന്ന് പറയും. ഞാൻ നിങ്ങൾ എങ്ങനെയാണ് കേരള സർക്കാരിനെ കൊണ്ടിരുന്നത്? എനിക്ക് മനസ്സിലായില്ല. സെലബിയ എന്ന് പറയുന്ന സ്ഥാപനത്തിനെ കുറിച്ച് നമ്മൾ തുറന്നു പറഞ്ഞപ്പോൾ നിങ്ങൾ വളരെ അതിനെ കേരള സർക്കാരായിട്ട് കണക്ട് ചെയ്തു. തുർക്കിയും കേരള സർക്കാരുമായിട്ട് എന്തെങ്കിലും നയതന്ത്ര ബന്ധമുണ്ടോ? അത് ഗവൺമെന്റിനോട് അല്ല, അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്ത് നയതന്ത്ര ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് 10 കോടി കൊടുത്തത്? അല്ല, എന്ത് നയതന്ത്ര ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേരള സർക്കാർ തുർക്കിക്ക് 10 കോടി കൊടുത്തത്? ലക്ഷങ്ങൾ കണ്ടുപിടിക്കുന്നത്. ഇന്നിപ്പോ എയർപോർട്ടിൽ പോകുന്ന ആരെങ്കിലും ഉണ്ടോ? അപ്പൊ എന്ത് വന്നാലും കേരള സർക്കാരെ പിടിക്കുക. അതൊരു സത്യം പറഞ്ഞാൽ അതിനകത്ത് എന്തൊരു ലോജിക്കാ സാർ അതിനകത്തുള്ളത്. അല്ല റെജി, ഇപ്പൊ മനസ്സിലായല്ലോ താങ്കളെ പോലുള്ള അബദ്ധങ്ങളാണ് വിളിച്ച് പറയുന്നത്. ഇപ്പൊ മനസ്സിലായല്ലോ. ചേരത്തില്ല റെജി ലൂക്കോസ് അദ്ദേഹത്തിന്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ പറയുന്നത്. അത് മുഖവിലേക്ക് എടുക്കുന്ന ഇതുപോലത്തെ ബ്ലണ്ടർ പറയൂ. ഞാനത് കണ്ണൂർ എയർപോർട്ടിൽ ആദ്യത്തെ MD നുസ്രത് ജഹാൻ, സെലിബി ഏവിയേഷന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചു, ഡോഗസ് കൺസ്ട്രക്ഷൻ, മെട്രോ റെയിൽ, ടണൽ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട്സ്, കൺസ്ട്രക്ഷൻ എഞ്ചിനീയറിംഗ്, ഈ സെക്ടറിലാണ്
അവർ പ്രവർത്തിക്കുന്നത് സ്റ്റിൽ ഇന്ത്യയിൽ ഇപ്പോഴും ഉണ്ട്. അതുപോലെ ആർസെലിക് ഹോൾഡിംഗ് എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട്, ടർക്കിഷാണ്. കൺസ്യൂമർ ഡ്യൂറബിൾസ്, ഹോം അപ്ലയൻസസ് മാനുഫാക്ചറിങ് ആൻഡ് സെയിൽസ് ആണ് അവരുടെ കീ ഏരിയ അതാണ്. അപ്പോൾ ഇത്തരം കമ്പനികളുടെ പ്രവർത്തനത്തിനും ഒരു നിയന്ത്രണം അല്ലെങ്കിൽ അതിലൊരു തീർപ്പുണ്ടാക്കേണ്ടതല്ലേ ഈ പശ്ചാത്തലത്തിൽ? അതെ, ഈ പശ്ചാത്തലത്തിൽ ഇപ്പൊ അത് നമ്മൾ സമ്മതിച്ചേ പറ്റുള്ളൂ. 10 വർഷമായിട്ട് നമ്മൾ നോക്കിയില്ലേ ഈ കമ്പനി ഇവിടെ അല്ലേ. അപ്പൊ ഈ ആക്ച്വലി ഒരു സിസ്റ്റം വർക്ക് ചെയ്യണമെങ്കിൽ ആ ഏറ്റവും ഡൗൺ ലെവൽ ടു ടോപ്പ് ലെവൽ, നമ്മൾ പറയില്ലേ ഗ്രാസ് റൂട്ട് ലെവൽ ടു ടോപ്പ് ലെവലിൽ നമ്മൾ ഇൻഫർമേഷൻ പാസ് ചെയ്യും, കാര്യങ്ങൾ പറയുകയും ചെയ്താൽ മാത്രമേ ഗവൺമെന്റിനോ അതോറിറ്റിക്കോ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇതുപോലെയുള്ള സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മളത് പുറത്തു കൊണ്ടുവരാനും പറയാനും വേണ്ടിയിട്ട് നമുക്ക് ആൾക്കാർക്ക് സാധിക്കണം. അത് രാഷ്ട്രബോധമാണ്. നമുക്കില്ലാതെ പോകുന്ന ഒരു രാഷ്ട്രബോധം ആണ് അതൊക്കെ നമ്മൾക്ക് അറിഞ്ഞിട്ടും നമ്മളത് മുന്നോട്ട് എടുത്ത് അത് കൊണ്ടുവരാത്തെ. അപ്പൊ ഇതുപോലെയുള്ള സംഗതികൾ ഇനിയും രാജ്യത്ത് ഇരിക്കുകയാണ്. ഇപ്പൊ ഈ പറയുന്ന എല്ലാം ഇതിനെല്ലാം ഒരു കണക്റ്റിംഗ് ആണ്. ഇപ്പൊ ഈ എയർലൈൻ, ഏവിയേഷൻ, ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് എന്നൊക്കെ പറയുന്നത് വളരെയധികം കണക്ഷൻ ഉണ്ട്. ഇതേ ആൾക്കാർ ഇപ്പൊ ഇവിടെ പറയണ നമ്മുടെ എന്താ പറയാ, ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ BFS, BWFS, തായ്, ഇൻഡോ തായ്, ഇവരൊക്കെ തുർക്കിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. എയർ ഇന്ത്യന്റെ കമ്പനി പോയിട്ട് എയർ ഇന്ത്യന്റെ സ്റ്റാഫ് അവിടെ ഇല്ല, അവിടെയൊക്കെ അവരുടെ നാട്ടിലത്തെ ആൾക്കാരേ ഉള്ളൂ. യൂറോപ്പിൽ പോയാൽ ഏവിയേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ കാണും, യാത്ര ചെയ്യുമ്പോൾ തന്നെ നമ്മൾ കാണും, നമ്മുടെ ആൾക്കാരെ ഒരു സ്പെഷ്യൽ ലെവലിൽ മാത്രമേ നമ്മൾ ആൾക്കാരെ ആ രാജ്യങ്ങളിൽ അവരിടുള്ളൂ. സെക്യൂരിറ്റി ഏരിയയിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല യൂറോപ്യനില്, ഒരു എയർലൈൻ കമ്പനിയില്, എയർപോർട്ടില്, ട്രാഫിക് ഏരിയയില്. സോ ദേ ഹാവ് ആ മെഷേഴ്സ് ഉണ്ട്. ആ നാഷണാലിറ്റിയാണ് വർക്ക് ചെയ്യുക, ബിക്കോസ് ഹീസ് റെസ്പോൺസിബിൾ. അപ്പൊ ഇന്ത്യന്റെ സിവിൽ ഏവിയേഷൻ നിയമത്തില് പണ്ട് കൊണ്ടുവന്നത് ഇത് ചർച്ചകൾ ശ്രദ്ധിക്കപ്പെടുന്ന പല ആൾക്കാരുണ്ട്. അപ്പൊ ഇത് നമ്മൾ കൊണ്ടുവരേണ്ട ഒരു മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ ഏത് ഏരിയയിൽ ഇപ്പൊ ഉള്ള ഈ ഒരു യുദ്ധം വന്നിട്ടില്ലെങ്കിൽ ഇപ്പോഴും എന്തൊക്കെ ഇവിടെ യുദ്ധത്തിനേക്കാളും വലിയ യുദ്ധം ഇവിടെ ഉണ്ടാവില്ലെന്നോ. 9 എയർപോർട്ട് അവരുടെ കയ്യിലല്ലേ. ഇവർക്ക് ഡ്രോണ് കൊടുത്ത, പാകിസ്ഥാന് ഡ്രോണ് കൊടുത്ത കമ്പനീന്റെ, അയ്യപ്പന്റെ കമ്പനി നമ്മളെ എയർപോർട്ട്, അതും ഏറ്റവും വലിയ എയർപോർട്ട്സ് അല്ലേ, എന്താ ഉണ്ടാവുമായിരുന്നേ? ഇത് ദൈവാനുഗ്രഹം പോലെയാണ് നമുക്കിപ്പോ ആ വാറ് ഓപ്പറേഷൻ സിന്ദൂർ വന്നത്. അതേപോലെ ഈ കമ്പനികളൊക്കെ കണക്റ്റഡ് ആണ്. അപ്പൊ സിവിൽ ഏവിയേഷനിൽ ശരിക്കും പറയുകയാണെങ്കിൽ ആ കോൺഗ്രസ് ഭരണകാലത്ത് എഴുതി വെച്ച കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കട്ടെ, ശക്തമായി അത് പരിഷ്കരിക്കേണ്ട കാലം വന്നിട്ടുണ്ട്. ഇന്നിപ്പോ ഒരു സിവിൽ ഏവിയേഷൻ മിനിസ്റ്റർ ഉണ്ട്, ഗവൺമെന്റ് ഇപ്പൊ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇന്ന് അതിനെപ്പറ്റി കുറെ ആൾക്കാരോട് ആ മേഖലയിൽ ചർച്ച ചെയ്തപ്പോ പറഞ്ഞ കാര്യങ്ങളാ. എല്ലാ സ്ഥലത്തും ഈ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഈ എയർലൈൻ കമ്പനികള് ഇപ്പൊ ഇവിടെ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ചെയ്യണവർക്ക് ബന്ധമുള്ള എയർലൈൻ കമ്പനികൾ ഇനിയും ഇന്ത്യയിലുണ്ട്. വി ഡോണ്ട് വാണ്ട് ഇന്ത്യ മേക്ക് ഇൻ ഇന്ത്യ എന്നുള്ള ഒരു പോളിസി ഇന്ത്യയിൽ എടുത്തപ്പോ നമ്മളെ രാജ്യത്തിന് നമ്മൾ വേണ്ട കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് വെക്കണം. അപ്പൊ സ്റ്റേറ്റിലുണ്ടെങ്കിൽ ഇപ്പൊ മുഖ്യമന്ത്രിക്ക് മാത്രമല്ല, മുഖ്യമന്ത്രിക്കും ഓപ്പോസിറ്റ് ഇരിക്കുന്നവർക്കും ഒക്കെ വേണ്ടാത്തൊരു കമ്പനി, ഇപ്പൊ നിങ്ങൾ പറഞ്ഞു ഈ കമ്പനികളെ പേര് ഇപ്പോഴും ഇന്ത്യയിലുണ്ട്. ഈവൺ മീഡിയ, ടർക്കിഷ് മീഡിയ ഇവിടെ ഉണ്ട്, ഇപ്പോഴും അത് വർക്ക് ചെയ്യുന്നുണ്ട്. ഹവാസ് അല്ല, ഈ ഹവാസിന് വേറെയും ജോയിന്റ് വെച്ചിട്ടുണ്ട് ഇതുപോലെ സിവിൽ ഏവിയേഷനില്. അവർക്കും ഇതില് ഏതോ ഒരു ഗ്രൗണ്ട് ക്യാമ്പയിൻ ഉണ്ട്. അതൊന്നും ഗൂഗിളിലൊന്നും തെരഞ്ഞാൽ കാണുന്നില്ല, അന്വേഷണത്തിൽ ഇട്ടെന്നല്ലാതെ അവർക്കൊക്കെ ഈ ഇതുപോലത്തെ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് കമ്പനികളുടെ ഷെയർ ഹോൾഡേഴ്സാണ്. ഈ ഇസ്താംബുൾ പോലുള്ള സ്ഥലങ്ങളിൽ എത്രയോ ഇന്ത്യക്കാർ ജോലി ചെയ്യുന്നുണ്ടെന്നറിയോ? അവിടെ എത്രയോ കോളേജുകൾ നമ്മൾ മലയാളികൾ പഠിക്കുന്നുണ്ട്. ഇന്ത്യൻ റെസ്റ്റോറന്റുകൾ ഇസ്താംബുളിലും പരിസര പ്രദേശങ്ങളിൽ നിരവധിയുണ്ട്. ഇപ്പൊ നാളെ രാവിലെ അവിടുത്തെ ഉള്ള മുഴുവൻ ഇന്ത്യക്കാരെ തിരിച്ചു വരണമെന്ന് പറയുന്നത്. നമ്മളൊരു വിഷയം സബ്ജക്ട് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്, ഒരുപാട് ശ്രദ്ധിക്കാനുണ്ട്. ഇസ്രായേലിൽ 1 ലക്ഷത്തിന് മുകളിൽ മലയാളികൾ ജോലി ചെയ്യുന്നുണ്ട്. അതല്ല പറയണത് സാർ. ഇസ്താംബുളിൽ ജോലിയുണ്ട്, ഇവിടെ ജോലിയുണ്ട്. നമ്മള് തുർക്കികൾ ഇവിടെ വന്ന് ജോലി ചെയ്യാന്നല്ല ഉദ്ദേശിച്ചത്. നാഷണൽ കാരിയർ എയർപോർട്ട്, പണ്ട് കാലത്ത് എയർപോർട്ട് തുടങ്ങിയ കാലത്ത് നാഷണൽ സെക്യൂരിറ്റി,
നാഷണൽ സെക്യൂരിറ്റി. അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് സെക്യൂരിറ്റി സ്റ്റാഫിനെ വെക്കുന്ന പോലെ തന്നെ എയർലൈനിന്റെ സെക്യൂരിറ്റി സ്റ്റാഫ് അല്ലാതെ റാമിലും മറ്റു കാര്യങ്ങൾക്ക് പോകുമ്പോൾ ഏത് ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് കമ്പനി ആണെങ്കിലും അവർക്ക് ഒരു ഏരിയയിൽ മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി നമ്മൾ എയർ ഇന്ത്യക്ക് വിടണോ? എയർ ഇന്ത്യ സെക്യൂരിറ്റി ആണ് ലാസ്റ്റ് ബോർഡിംഗ് ഗേറ്റിൽ എടുത്തിടുമ്പോൾ നമ്മള് എയർ ഇന്ത്യ സെക്യൂരിറ്റി തന്നെ. പക്ഷെ മേഡം, ഗൾഫിൽ നമ്മുടെ മലയാളിസ്റ്റ് ഇന്ത്യക്കാരും ഈ പറയുന്ന എയർ കാർഗോയിലും ഫ്ലൈറ്റ് ക്ലിയറൻസിലും ഒക്കെ ജോലി ചെയ്യുന്ന ഒത്തിരി മലയാളീസ് ഉണ്ടോ അവിടെ? അവിടെ ഇല്ലല്ലോ, അവിടെ തീവ്രവാദമില്ലല്ലോ സാറേ. അല്ല, ഈ തീവ്രവാദിയും ഗൾഫിൽ പോയാൽ മര്യാദക്ക് അവിടെ ജോലി ചെയ്യൂ. അതാണ് അതിന്റെ പ്രത്യേകത. ഓക്കെ, യുവരാജ് ശ്രീ റജി ലൂക്കോസ്, അങ്ങ് ചോദിച്ച 1-2 ചോദ്യങ്ങൾക്ക് മറുപടി പറയാനുണ്ട്. അതിനു മുമ്പ് ഒരു കാര്യമുണ്ട്. അങ്ങ് സൂമിലായതുകൊണ്ട് അങ്ങ് കാണുന്നില്ല എന്ന് തോന്നുന്നു. ഞാൻ പ്രിന്റും അല്ല, യുവരാജാണ്. ചെറിയ ഓക്കെ കുഴപ്പമില്ല. അങ്ങ് ചോദിച്ച 1-2 അനിൽജി, അതെ എനിക്ക് മനസ്സിലായി. ഞാനൊന്ന് ബ്രേക്ക് എടുത്തോട്ടെ. സമയത്തേക്ക് ഞാനത് ഒരു കാര്യം അങ്ങ് ചോദിച്ച 1-2 കാര്യങ്ങളുണ്ട്. കുറച്ച് ലോജിക്കലാണ്. അത് തീർച്ചയായിട്ടും മറുപടി പറയേണ്ടതുണ്ട്. കാരണം അല്ലെന്നുണ്ടെങ്കിൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ആശങ്കയും കൺഫ്യൂഷനും ഉണ്ടാവും. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞത്, ഇപ്പോൾ തുർക്കി എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളവും ഓപ്പറേഷൻ സിന്ദൂറിന് മുമ്പ് വരെ നമ്മൾ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത ഒരു രാജ്യമോ നമ്മുടെ ശത്രുസ്ഥാനത്ത് നമ്മൾ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഒരു രാജ്യമോ അല്ല. തീർച്ചയായിട്ടും നമുക്ക് അനുകൂലമായ ഒരു രാജ്യമല്ല എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട് എല്ലാവർക്കും കാലങ്ങളായിട്ട് തന്നെ ധാരണയുണ്ട്. ഇപ്പോൾ തുർക്കിയുമായിട്ട് നമുക്കുണ്ടായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം എന്താണ്? അത് പാകിസ്ഥാന് ഡ്രോൺ കൊടുത്തു എന്നുള്ളതല്ല നമ്മുടെ അഭിപ്രായ വ്യത്യാസം എന്ന് പറയുന്നത്. ഇപ്പോൾ പാകിസ്ഥാന് ഡ്രോൺ കൊടുത്തത് കൊണ്ട് നമ്മൾ തുർക്കിയെ ബഹിഷ്കരിക്കണമായിരുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പാകിസ്ഥാന് ഡ്രോൺ കൊടുത്തത് ഇപ്പോഴൊന്നും അല്ലല്ലോ, വളരെ മുമ്പേ അല്ലേ. അപ്പോൾ അതുകൊണ്ട് എന്തുകൊണ്ട് നമ്മൾ അന്ന് മുതലേ ബഹിഷ്കരിച്ചില്ല എന്നുള്ളതാണ് അങ്ങയുടെ ഒരു ചോദ്യമായിരുന്നു. അത് വളരെ റിലവൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. നോക്കൂ, ഒരു രാജ്യത്തിന് മറ്റൊരു രാജ്യം ആയുധം കൊടുക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം നമുക്ക് അവരെ പരിപൂർണമായിട്ട് തള്ളിക്കളയാൻ വേണ്ടി സാധിക്കില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അമേരിക്കയുമായിട്ട് നമ്മൾ ഒരു ബഹിഷ്കരണത്തിലേക്ക് പോകേണ്ടി വരും. കാരണം പാകിസ്ഥാൻ ഉപയോഗിക്കുന്ന F-16 ഫ്ലൈറ്റുകൾ എന്ന് പറയുന്നത് അമേരിക്കൻ നിർമ്മിതമാണ്. പാകിസ്ഥാനുമായിട്ട് എനിക്ക് തോന്നുന്നു പാകിസ്ഥാനും ചൈന കഴിഞ്ഞു കഴിഞ്ഞാൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് അമേരിക്കയാണ്. ഈവൻ തുർക്കി പോലും അല്ല പാകിസ്ഥാനുമായിട്ട് ആയുധ ഇടപാടുകളുടെ പേരിലെന്ന് പറയുന്നത്. തുർക്കിയുമായിട്ട് നമുക്ക് വന്നിരിക്കുന്ന വിഷയം എന്താണ്? കാരണം തുർക്കി ഇന്ത്യക്ക് അത് തരില്ല എന്നുള്ളൊരു നിലപാട് എടുത്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മൾ അവർക്ക് അനുകൂലമോ അവർ നമുക്ക് അനുകൂലമോ അല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ട്. പാകിസ്ഥാന് മാത്രം നൽകുന്നു അല്ലെങ്കിൽ യുക്രൈന് മാത്രം നൽകുന്നു എന്ന് പറയുന്നത് തുർക്കി ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. പക്ഷേ ഈ ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങിയതിന് ശേഷമുള്ള നിലപാട് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. തുർക്കി ഇപ്പോഴാണ് അസന്നിഗ്ധമായിട്ടൊരു നിലപാട് പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ പാകിസ്ഥാനൊപ്പമാണ് എന്നുള്ളത്. ഇനി തീർച്ചയായിട്ടും തുർക്കി എന്ന് പറയുന്ന രാജ്യം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇനിയിപ്പോൾ ഏതെങ്കിലും ഇന്ത്യക്കാർ റെസ്റ്റോറൻറ്റ് നടത്തുന്നുണ്ടോ അല്ലെങ്കിൽ ഇനി ഏതെങ്കിലും ഇന്ത്യക്കാർ അവിടെ ജോലി ചെയ്യാനോ പഠിക്കാനോ പോയിട്ടുണ്ടോ എന്നുള്ളതൊന്നും നമ്മുടെ വിഷയമായിട്ട് വരേണ്ടുന്ന കാര്യമില്ല. ഇനിയിപ്പോൾ പാകിസ്ഥാനിൽ ആരെങ്കിലും ഹോട്ടൽ നടത്തുന്നത് കൊണ്ട് പാകിസ്ഥാനുമായിട്ട് നമ്മൾ നാളെ മുതൽ പാകിസ്ഥാൻ കളിക്കാരെ ഇവിടെ IPL കൊണ്ടുവന്ന് കളിപ്പിക്കണമെന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമൊന്നുമല്ല. ഹോട്ടൽ നടത്തുന്നവർ ഒന്നെങ്കിൽ ഹോട്ടൽ പൂട്ടി വീട്ടിൽ പോകുകയെന്ന് മാത്രമേ നമുക്ക് ആ വിഷയത്തിൽ പറയുവാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. തുർക്കിയോട് ഓപ്പറേഷൻ സിന്ദൂറിന് മുമ്പും ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷവും വ്യക്തമായിട്ടുള്ള നിലപാടാണ് നമുക്കുള്ളത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പൂനെയിൽ നിന്നുള്ള ഈ ഡ്രൈ ഫ്രൂട്ട്സ് വ്യാപാരികളുണ്ട്. അവർ പ്രതിവർഷം 1000 കോടി രൂപയ്ക്ക് മുകളിലുള്ള ഡീലാണ്. എനിക്കൊന്ന് 1000 കോടി ഡോളറാണോ എന്ന് പോലും എനിക്ക് ഡൗട്ടുണ്ട്. എനിക്കതൊന്ന് ക്ലാരിഫൈ ചെയ്യേണ്ടതുണ്ട്. ഇറക്കുമതി ചെയ്യുന്നത് തുർക്കിയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നത് അത് അവർ പരിപൂർണമായിട്ടും ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുന്നു. ഈ വ്യാപാരികൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെ പുറത്ത് അവർക്ക് ഒരു അൺട്രസ്റ്റ് ഉണ്ടാവും, അവർക്ക് ബുദ്ധിമുട്ടുകളുണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷേ എന്നിട്ടും രാജ്യ താല്പര്യമാണ് വലുത്. പാകിസ്ഥാനൊപ്പമാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡ്രൈ ഫ്രൂട്ട്സോ മറ്റു കാര്യങ്ങളോ ഞങ്ങൾ ഇവിടേക്കും കൊണ്ടുവരുന്നില്ല, നിങ്ങൾക്ക് അവിടെ വ്യാപാര നഷ്ടം ഉണ്ടാകട്ടെ. കാരണം ഇന്ത്യ എന്ന് പറയുന്നത് ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റുകളിൽ ഒന്നാണ്. അപ്പോൾ ഇവിടെ കച്ചവടം നിങ്ങൾക്ക് നടത്തണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ രാഷ്ട്രത്തെ മാനിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നടത്തണ്ട എന്ന് പറയുന്നത് ഒരു നിലപാടാണ്. അതാണ് ഞാൻ പറയുന്നത്. സെക്യൂരിറ്റി വിഷയം മാത്രമല്ല, അവർ തീർച്ചയായിട്ടും നിലവിൽ ഇപ്പോൾ ഈ പറയുന്ന ഗ്രൗണ്ട് ഹാൻഡ്ലിങ്ങിൻ്റെ വിഷയത്തിലോ അല്ലെങ്കിൽ നോർമൽ സെക്യൂരിറ്റി ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ CASF മുതൽ എമിഗ്രേഷൻ മുതൽ ബാക്കി
എല്ലായിടത്തും കൃത്യമായിട്ട് കേന്ദ്ര ഏജൻസികളാണ് ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്തു വരുന്നത്. കസ്റ്റംസ് മുതൽ സകലതും അത് ചെയ്തു വരുന്നുണ്ട്. ഇപ്പോൾ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് അവർ ചെയ്യുന്നത്. അത് തീർച്ചയായിട്ടും അവരുടെ മേലും നമ്മുടെ ഏജൻസികളുടെ കൃത്യമായ ഒരു മോണിറ്ററിംഗ് ഉണ്ട്. അപ്പോൾ അത് അവർക്ക് കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത് ആ എയർപോർട്ട് റൺ ചെയ്യുന്ന ആൾക്കാരുടെ ഒരു വിവേചനാധികാരത്തിൽ വരുന്ന ഒന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഇന്ത്യയിൽ മുഴുവൻ ഇത്തരത്തിലൊരു നിലപാടുണ്ടാകുമ്പോൾ 60% ഇന്ത്യക്കാർ അവിടേക്ക് യാത്ര ക്യാൻസൽ ചെയ്യുമ്പോൾ അത് കൂടും, വരും ദിവസങ്ങളിൽ അത് കൂടും. ഈ പറയുന്ന വ്യാപാരികൾ അവിടെ നിന്ന് ഇറക്കുമതി ചെയ്യില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് തീർച്ചയായിട്ടും കണ്ണൂർ എയർപോർട്ട് ഹാൻഡിൽ ചെയ്യുന്ന സംസ്ഥാന സർക്കാർ അത്തരം നിലപാടിലേക്ക് പോകുന്നതായിരിക്കും അഭികാമ്യമെന്ന് ആണ് ആ വിഷയത്തിൽ പറയാനുള്ളത്. ഓക്കെ, എന്തായാലും രാജ്യ താല്പര്യമാണ് പ്രധാനം, രാജ്യ സുരക്ഷയാണ് പ്രധാനം. അതിന് എതിരെ നിൽക്കുന്നവർ ആരായാലും ശക്തമായ നടപടി സ്വീകരിക്കണം. ജന ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഒപ്പം പ്രേക്ഷകർക്കും